ശ്രീമദ് ഭാഗവതം ക്ലാസ് 81. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 അധ്യായം 19. ഇത് പൃഥ്വിൻ്റെ യജ്ഞാശത്തെ ഇന്ദ്രൻ അപഹരിക്കുന്നതാണ്. അപ്പോൾ ഇന്ദ്രൻ ആരാണെന്ന് വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഒന്ന് പറയാം. പ്രപഞ്ചമുണ്ടായത് ഒരു അദൃശ്യമായ ശക്തിയിൽ നിന്നാണ്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതുകൊണ്ട് അതിന് അമ്പലമില്ല, ക്ഷേത്രമില്ല, ഒരു ചുക്കുമില്ല. കാരണം രൂപമില്ലാതെ അതിനെ ബിംബമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനെ ബ്രഹ്മം എന്നും പറയും. അതിനെ ആരും ആരാധിക്കുന്നൊന്നുമില്ല. കാരണം അതിനെ മനസ്സിലാക്കാൻ പോലും ഋഷികൾക്ക് പറ്റിയിട്ടില്ല. പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കാനും പറ്റില്ല. അത് നമ്മളെ കാര്യത്തിലൊന്നും തലയിടയില്ല. അത് നിർഗുണമാണ്. അപ്പോൾ ഈശ്വരൻ നിർഗുണമാണ്. പിന്നെ അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അങ്ങനെ പ്രപഞ്ചമുണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായ എല്ലാ സംഗതികളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അത് സയൻസിലൂടെ വരുന്നതാണ്. എന്തെല്ലാമാണോ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുന്നത് അതെല്ലാം ദേവതകളാണ്. അതൊന്നും ഈശ്വരനല്ല. അതാണ് ആ ബ്രഹ്മത്തിൽ നിന്നാണ്, ഈശ്വരനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അത് 30 കോടിയുണ്ട്. ഇപ്പം കല്ലും മണ്ണും എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്. അതിനാണ് ദേവതകൾ എന്ന് പറയുക. അപ്പം അതിലെന്തെല്ലാം പെടും? ബലങ്ങളും പെട്ടും, കല്ല് മണ്ണ് എല്ലാം നമുക്ക് കാണുന്നതും കാണാതെ നമ്മളെ ശരീരം എല്ലാം ദേവതകൾ തന്നെയാണ്. കല്യാണം എന്ന് പറയുന്ന ഫംഗ്ഷനും ദേവതയാണ്. എല്ലാം ദേവതയാണ്. ഇപ്പം ബലങ്ങൾ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജീസ്, എൻട്രോപ്പി, എൻട്രാൽപ്പി എന്നെല്ലാം പറയുന്ന എല്ലാം ബലങ്ങളാണ്. ഫോഴ്സുകൾ, ഇപ്പം ചില ഫോഴ്സുകൾ നമുക്ക് കാണാത്ത ബലങ്ങളെല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള ചില ബലങ്ങളാണ് ഇന്ദ്രൻ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെല്ലോ ഒരു പ്രത്യേക അനുപാതത്തിലാണ് കൂട്ടിച്ചേർത്തിട്ടാണ്. അത് സയൻസിലൂടെ നമുക്കറിയാം. അത് മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. നമുക്കിപ്പം നമ്മളെ അടുക്കളയിൽ കുറേ സാധനം, അരി, ഗോതമ്പ് എല്ലാം ഇങ്ങനെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഗോതമ്പ്, ധാന്യങ്ങൾ, പൊടിവർഗ്ഗങ്ങൾ, പഞ്ചസാര, പിന്നെ ഫ്രിഡ്ജിൽ മത്സ്യമുണ്ട്, മാംസമുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാം ഉണ്ടാകും. എന്നിട്ട് ഇതിൽ നിന്ന് വേണ്ടത് ഓരോന്നും ചില റേഷ്യോയിൽ ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നതും, മീൻകറി ഉണ്ടാക്കുന്നതും, ചിക്കൻ കറി ഉണ്ടാക്കുന്നതും എല്ലാം ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഓരോന്നും പല റേഷ്യോയിൽ, അതിനൊരു കണക്കുണ്ട്. അത്തരത്തിലെടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് തോന്നുന്ന മാതിരി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഓരോന്നും എടുത്തിട്ട് ആ റേഷ്യോയിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരം വിഭവങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം കുറച്ച് ഷെൽഫിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അജ്ഞാതമായ ശക്തി ബ്രഹ്മം, അങ്ങനെയുള്ള വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ എന്ന് പറയും. എനർജിയും, ഈ ആറ്റങ്ങളും എനർജിയും, കുറേ ആറ്റങ്ങളും എനർജിയും ഉണ്ട്. അതിനെ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ കല്ലും മണ്ണും എല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ പോലും ഉണ്ടാകുന്നത് അത് പ്രത്യേകം നമുക്കറിയാലോ. അടുക്കളയിലെ സാധനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടാകുന്നത്? പായസം ഉണ്ടാകുന്നത്. പായസം മാറിയാണ് മീൻകറി. ഇപ്പം വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന മാതിരി തന്നെ ഈ ആറ്റങ്ങളെ പ്രത്യേക അനുപാതത്തിൽ എടുത്ത് ചേർത്തിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് സയൻസിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാം നമ്മൾ സയൻസിലൂടെ പഠിച്ചിട്ടുമുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കറിയാം. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാമ്പാർ ഉണ്ടാക്കാൻ അൽമാരയിൽ വെണ്ടയ്ക്കയും അതും ഇതും എല്ലാം ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെണ്ടയ്ക്ക അതെല്ലാം ഉള്ളത് കൊണ്ട് സാമ്പാറാകട്ടെ എന്ന് പറഞ്ഞാലൊന്നും സാമ്പാറാവില്ല. ഇനി അഥവാ ആവുമെങ്കിൽ തന്നെ പറയാൻ ഒരാൾ വേണം സാമ്പാറാകട്ടെ എന്നല്ലാതെ അതിന് തോന്നിയിട്ട് ചെയ്യില്ല. എന്നാലും പറഞ്ഞാലും നടക്കാൻ മുതൽ എന്ത് വേണം? അതെല്ലാം അതേപോലെ എടുത്ത് ഏകോപിപ്പിച്ചിട്ട് ചേർത്താലേ, അതിന് ഏകോപിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടായാലേ നടക്കുള്ളൂ. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് വെച്ചിട്ട് അതൊന്നും, ഹൈഡ്രജൻ തന്മാത്ര, ഓക്സിജൻ തന്മാത്ര ഉണ്ട് എന്ന് വെച്ചിട്ട് അതൊന്നും കയറിയിട്ട് കൂടിച്ചേർന്നിട്ട് വെള്ളമൊന്നും ആവില്ല. ഹൈഡ്രജൻ തന്മാത്രയും ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നിട്ട് വെള്ളമാവില്ല. വെള്ളമാക്കണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ, സയൻസ് അറിയുന്ന ആൾ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെല്ലാം ചെയ്താലേ അത് വെള്ളമായിട്ട് മാറുകയുള്ളൂ. ഇപ്പം ഏകോപിപ്പിക്കണം. അതുകൊണ്ടാണ് സയൻസ് പഠിച്ചവരുണ്ടായാലും ടി വി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
അവർക്ക് ഇലക്ട്രോണിക്സ് പഠിച്ച ആളാണെങ്കിൽ ടി വി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഇന്നയാണ്, അതിൽ ഇന്ന നേരത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ടി വി ആവുന്നല്ല അറിയാമെങ്കിലും അയാൾ എന്ത് വേണം, അതിനെ എടുത്ത് ഏകോപിപ്പിക്കണം, എങ്കിലേ അത് ടി വി ആയി മാറുള്ളൂ. അല്ലാതെ ഈ വസ്തുക്കളെ ഉള്ളത് കൊണ്ടൊന്നും ആവില്ല. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഫാക്ടറീസിലെല്ലാം എന്ത് വേണം, എൻജിനീയറിങ് മാത്രം പോരാ, MBA വേണം എന്ന് പറയുന്നത്. സയൻസ് അറിഞ്ഞുകൊണ്ട് മാത്രമായില്ല, സയൻസ് അറിഞ്ഞാണ്ട് ടി വി ഉണ്ടാവില്ല. സയൻസ് അറിഞ്ഞ ആളെ പഠിച്ചിട്ട് ടി വി ഉണ്ടാക്കാനിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകൾ അറിയണം. അതിനാണ് MBA എന്ന് പറയുന്നത്. MBA എന്ന് പറഞ്ഞാൽ അതിനെ ഏകോപിപ്പിക്കുന്ന ആൾക്കാർ വേണം. അതുപോലെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. കുറേ ആറ്റങ്ങൾ ഉണ്ടായിരുന്നു, അത് കൂടിച്ചേർന്നിട്ട് എനർജി കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അത് ചെയ്യണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ചില ശക്തികൾ വേണം. ആ ശക്തികളിൽ പെടുന്നതാണ് ഇന്ദ്രൻ, നാരദൻ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നെല്ലാം പറയുന്നത് ഇതിനെ ഏകോപിപ്പിക്കുന്ന ചില ശക്തിവിശേഷങ്ങളാണ്. ഈ ശക്തിവിശേഷവും നമ്മളും സാമ്പാർ ഉണ്ടാക്കാൻ നമ്മളുള്ളത് കൊണ്ട് സാമ്പാർ ഉണ്ടാവില്ല, അതിനൊരു സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ശക്തിവിശേഷവും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് എപ്പോഴും സാമ്പാറൊന്നും ഉണ്ടാക്കില്ല. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, ഷെൽഫിൽ സാധനങ്ങളിലുണ്ട്, നമ്മൾ സാമ്പാർ ഉണ്ടാക്കില്ല. എപ്പോഴാണ് ഉണ്ടാക്കുക? നമുക്ക് ചോറ് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് കറിയായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരാവശ്യം വരുമ്പോഴാണ്. അപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാകണം. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് അപ്പം നമ്മൾ എന്തെല്ലാം കൂട്ടിച്ചേർക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു പ്ലാനുണ്ട്. അടുക്കളയിൽ നമുക്ക് രാവിലെ ഒരു ദോശ ഉണ്ടാക്കാം, ദോശക്ക് ഇന്ന സാമ്പാർ ഉണ്ടാക്കാം, അത് ഇത്ര ആളാണ് കഴിക്കാനുള്ളത്, അതുകൊണ്ട് ഇത്ര അളവിൽ അത് ഉണ്ടാക്കണം, ഇന്നതെല്ലാം ഇത്ര അളവിൽ അത് ഉണ്ടാക്കണം, ഇന്ന സമയത്ത് ഉണ്ടാക്കണം എന്നെല്ലാം സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു പ്ലാന് വെച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് ഒരു പ്ലാനുണ്ട് ആദ്യം. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്ന ആ പ്ലാൻ. അപ്പം ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി പോകുന്നത്. ആ പ്ലാനിൽ പറഞ്ഞ മാതിരിയാണ് എല്ലാം ഉണ്ടാവുക. അതായത് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, അതിനനുസരിച്ചാണ് സാമ്പാർ ഉണ്ടാകുന്നതും ദോശ ഉണ്ടാകുന്നതും എല്ലാം ഉണ്ടായിട്ട് ആ കൃത്യം 7 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ എപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് അത് റെഡിയാകുന്നത്. അത് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനുണ്ട്. ആ ടൈം സൗരയൂഥ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെ ചുറ്റുന്നതനുസരിച്ചാണ് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ അനുസരിച്ച് എല്ലാം ഉണ്ടാക്കാൻ വേണ്ട അടിസ്ഥാന വസ്തുക്കൾ, ആറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ ആറ്റങ്ങളെ പ്ലാൻ അനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്തിട്ട് ഏകോപിപ്പിച്ചിട്ട് പ്രപഞ്ചം പടിപടിയായിട്ട് ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ട് ചില ശക്തികൾ അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട്. ആ ശക്തികൾക്കാണ് നമ്മൾ നേരത്തെ ഇന്ദ്രൻ എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ പ്രവർത്തിക്കുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് അതാത് കാലത്ത് പ്രമോദൻ ഏത് കാലത്ത് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇന്ദ്രൻ അവിടെ ഇടപെട്ടിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിട്ട് പ്രമോദിനെ ഉണ്ടാക്കിയിടും. അപ്പോൾ ഒരു അജ്ഞാതമായ ശക്തി, ഒരു മാനേജ്മെൻറ്റ് ശക്തി അവിടെയുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. അവിടെ ഒരു പ്രേരക ശക്തിയുണ്ട്. അതാണ് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവയെ യോജിപ്പിച്ചിട്ട്, അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവയെ യോജിപ്പിച്ചിട്ട് വെള്ളമാക്കുന്ന ഹൈഡ്രജനും ഓക്സിജനെയും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിക്കാണ്, മാനേജ്മെൻറ്റ് ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഏകോപനം പ്രപഞ്ച സൃഷ്ടി മുതൽ അതിൻ്റെ മേൽനോട്ടം നയിക്കുന്ന മേസ്ത്രിയായിട്ട്
ശാസ്ത്രമെല്ലാം അറിയുന്ന ഒരു മേസ്ത്രിയായിട്ട് ഇന്ദ്രനെ കണക്കാക്കുന്നത്. അപ്പം ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും. അതുകൊണ്ടാണ് എല്ലാ ദേവതകളുടെയും രാജാവാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രനാണ്. പക്ഷെ ഇന്ദ്രന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു പ്ലാനുണ്ട്. പരമാത്മാവെന്ന ആ പ്ലാൻ അനുസരിച്ചാണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ആ ഇന്ദ്രനെ പറ്റിയാണ് ഇവിടെ, അതായത് പ്രപഞ്ച സൃഷ്ടി ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മേസ്ത്രി എന്ന നിലയിൽ അതിനെയെല്ലാം ഏകോപിപ്പിച്ച് നടക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത്. ആ ഒരു ധാരണ വെച്ചുകൊണ്ട് വേണം. ഇപ്പം എല്ലാറ്റിനും മുകളിലാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാതെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു മേസ്ത്രി ഉണ്ടെങ്കിലും വീട് വെക്കുന്നത് എല്ലാം മേസ്ത്രിയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അയാൾ ചെയ്യുന്നത് ആ പ്ലാൻ അനുസരിച്ചായിരിക്കും. കോർപ്പറേഷൻ അപ്രൂവ് ചെയ്ത പ്ലാൻ അനുസരിച്ചേ അയാൾ ചെയ്യുള്ളൂ. അതേപോലെ പരമാത്മാവെന്ന പ്ലാൻ എന്ത് തീരുമാനിച്ചോ അതേപോലെ അതാത് സമയങ്ങളിൽ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം. ഒന്നില് മൈത്രേയൻ പറയുകയാണ്, അനന്തരം അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമി ഇങ്ങനെയെല്ലാം ഉപദേശിച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? സരസ്വതി നദിയുടെ കിഴക്കേ തീരത്തെത്തിയിട്ട് സ്വയംഭൂ മനുവിൻ്റെ ദേശമായ വാസസ്ഥലമായ ബ്രഹ്മവത്തത്തിലെത്തിയിട്ട് 100 അശ്വമേധയാഗങ്ങൾ നടത്തുവാനുള്ള ദീക്ഷയെടുത്തു. 100 അശ്വമേധയാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ പൂർണ്ണം എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. എന്തെല്ലാമാണോ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടത് ആ കർമ്മത്തിനെല്ലായിക്കൊണ്ട് രാജാവാണ്. ഇപ്പം രാജാവ് എന്ന ഒരു വ്യക്തിയായിട്ട് എടുക്കരുത് എന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു. പല ഫലങ്ങളുണ്ട്. ഇപ്പം രാജാവിനെ നിയമിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഓരോ രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ എന്ത് കർമ്മത്തിനും ഏറ്റെടുക്കാൻ ഒരു ശക്തി വിശേഷമുണ്ട്. പ്ലാൻ അനുസരിച്ച് ഓരോ കാലത്തിൽ ഇന്ന രാജാവിനെ അവിടെ സൃഷ്ടിക്കണം, പിന്നെ അവരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കണം. അപ്പം ഈ രാജാവിനെ നിയമിക്കുന്നതിൻ്റെ, ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ, സൃഷ്ടിക്കുന്നതിൻ്റെയും രാജാവായി വാഴിക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ശക്തിയായിട്ട് പൃഥ്വിനെ എടുക്കണം. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ചെയർമാന്മാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെലക്ഷൻ ബോർഡ് ഉണ്ടാവും, അല്ലെ IAS നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ ബോർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ രാജാക്കന്മാരെ നിയമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് പൃഥ്വിനെ എടുക്കണം. അദ്ദേഹം എന്ത് ചെയ്തും അതാത് കാലത്ത് ഓരോ സ്ഥലത്തും ഓരോ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നതെല്ലാം വേറെ ആളെ സൃഷ്ടിച്ചു കൊടുക്കും. പറയും ഇന്നാളെ സൃഷ്ടിച്ചിട്ട് ഇവിടെ ഈ യോഗ്യതയുള്ളത്. അപ്പം എന്നിട്ട് അയാളെ നിയമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഉത്തരവാദിത്തമുള്ള ബലമായിട്ട് പൃഥ്വി എന്ന രാജാവിനെ കാണും. അപ്പം അദ്ദേഹം എല്ലാ രാജാക്കന്മാരുടെയും ചെയ്ത കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് 1000 അശ്വമേധയാഗങ്ങൾ നടത്തുവാൻ ദീക്ഷയെടുക്കും. എന്നിട്ട് 2 പറയാണ് എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത്? മായാലോകമാണ്, പ്രപഞ്ചമം ഉണ്ടാക്കുകയാണ്. അതൊരു മായയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഒന്ന് ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ്. അതിനെ മായയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ബ്രഹ്മത്തിൻ്റെ ഒരു ലീലയായിട്ടാണ് ഇതിനെ വരുന്നത്. അതുകൊണ്ടാണ് മായാലോകമാണ്. അപ്പം അതിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റുണ്ട്. എല്ലാം തികഞ്ഞ ശക്തി ആ ബ്രഹ്മമാണ്. ഇവർക്കെല്ലാം അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഇപ്പം 2 എന്ത് പറയുകയാണ്? ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ അപ്പം എല്ലാത്തിൻ്റെയും നേതൃത്വം ആർക്കാണ്? ഏറ്റവും തലപ്പത്ത് നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നിലുള്ള നേതൃത്വം, എല്ലാത്തിൻ്റെയും നേതൃത്വം എടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം ഇതൊരു രാജാവാണ്. അപ്പം രാജാവും ഇന്ദ്രനും തമ്മിൽ, അപ്പം ഇന്ദ്രന് അവിടെ കഥയിൽ വരുമ്പോൾ ഇന്ദ്രനൊരു സംശയം, ഇനി ഇവനം കയറിയിട്ട് എന്നെ മറികടന്ന് കളയുമോ? അപ്പം ഇന്ദ്രൻ അത് തൻ്റെ കർമ്മത്തെക്കാളും മികച്ചതാണെന്ന് കരുതി ഇപ്പം രാജാവ് എന്നൊരു പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇന്ദ്രനൊരു സംശയം. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആ ബ്രഹ്മമാണ്. പ്ലാനിലുള്ളതാണ് രാജാവ് എന്നൊരു പോസ്റ്റ്. അപ്പോൾ ആ പോസ്റ്റ് വരുമ്പോൾ ഇന്ദ്രന് ഇനിയിപ്പം ജനങ്ങളെല്ലാം ആരെയും ആരാധിക്കൂ? രാജാവിനെ ആരാധിക്കൂ. ഞാനാണ് എല്ലാ കർമ്മത്തിൻ്റെയും നേതൃത്വം എടുക്കുന്നത്, എനിക്കൊരു സ്ഥാനം കുറഞ്ഞു പോകുമോ എന്ന് കരുതി ആ
മേധയാഗം അദ്ദേഹത്തിന് പൊറുക്കുവാൻ പറ്റിയില്ല. അത് അദ്ദേഹത്തിന് അത്ര ഇങ്ങേര് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ ഒന്നും അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളുടെയും രാജാവാണ് ഇന്ദ്രൻ. ഇപ്പം ഒരു വേറെ രാജാവ് വന്നിട്ട് ജനങ്ങളെ നിയന്ത്രിക്കും ഇദ്ദേഹത്തിനൊരു സംശയം എൻ്റെ. അപ്പം അദ്ദേഹത്തിന് ഒരു ചെറിയ പന്തികേട് തോന്നിയെന്ന് കഥയിലൂട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇന്ദ്രൻ ഇടപെടുകയാണ്. പക്ഷെ ഇന്ദ്രൻ ഇടപെടുന്നുണ്ടെങ്കിലും അത് ഏതിനനുസരിച്ചായിരിക്കും? ആ പ്ലാനിൽ പറയുന്ന മാതിരി ഇന്ദ്രനായാലും രാജാവിനായാലും പ്രവർത്തിക്കാൻ പറ്റും. ഇനി 3-ലും 4-ലും പറയാണ്, ആ നടക്കാൻ പോകുന്ന യജ്ഞങ്ങളുടെ മഹോത്സവത്തിൽ ഒരു വലിയ ഉത്സവം തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുമ്പോൾ. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം. അപ്പം അതിൽ സർവ്വലോകാചാര്യനും എല്ലാത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്ന ആരാണ്? വേറൊരു കക്ഷിയുണ്ട്, ഇന്ദ്രൻ്റെ അപ്പുറം ഇരിക്കുന്ന ഒരു കക്ഷി, അത് ശ്രീഹരിയാണ്. സർവ സമർത്ഥനാണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാൻ കഴിവുള്ള സർവസമർത്ഥനും സർവനിയന്താവായ അതായത് സർവത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയായ ശ്രീഹരി ബ്രഹ്മാവ്, രുദ്രൻ എന്നിവരോടുകൂടിയും അവിടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ ആരെല്ലാം അവിടെ ഉണ്ടാവും? ബ്രഹ്മാവുണ്ടാവും, രുദ്രനുണ്ടാവും, അനുചരന്മാരുണ്ടാവും, ലോകപാലകരുണ്ടാവും, ഗന്ധർവന്മാരുണ്ടാവും, മുനിമാരുണ്ടാവും, അപ്സരസ് എല്ലാവരും ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ മറ്റുള്ളവരെല്ലാം കൂടിയിട്ട് അവരെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുകയാണ്. ആരെ? ശ്രീഹരിയാണ് അവരെല്ലാം വാഴ്ത്തപ്പെടുന്നത്. അവർക്കെല്ലാം അറിയാം ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന കക്ഷി ആ ശ്രീഹരിയാണ്. ആ ശ്രീഹരിയെ തന്നെയാണ് ബ്രഹ്മമായിട്ട്, ബ്രഹ്മം നിർഗുണമാണ്, അത് പ്രപഞ്ചമായി മാറുമ്പോഴുള്ള ആ രൂപത്തെയാണ് ശ്രീഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ബ്രഹ്മം തന്നെയാണ്. അതിന് ബ്രഹ്മത്തിന് ഏകദേശം അടുത്ത അവസ്ഥ ഭൗതിക ലോകത്തിലെ അല്ലെങ്കിൽ മായാലോകത്തിൻ്റെ തലപ്പത്തുള്ളതായിട്ട് ശ്രീഹരിയെ കാണാം. പക്ഷേ അതിൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്, മായയിൽ അകപ്പെട്ടല്ല. അദ്ദേഹമാണ് മായ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കീഴിലാണ് ഇന്ദ്രനെല്ലാം വരിക. അപ്പം ഇവരെല്ലാം ഋഷികളും ബ്രഹ്മാവും എല്ലാം ആരെയാണ്? ആ ശ്രീഹരിയെയാണ് വാഴ്ത്തുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? യാഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീഹരി തന്നെയാണ്. 5-6 പറയുന്നു, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ഗുഹ്യകാദികൾ, സനന്ദനൻ നന്ദൻ മുതലായ ശ്രീഹരിയുടെ പാർശ്വവർത്തികളും, കപിലമുനിയുണ്ട്, നാരദനുണ്ട്, ദത്താത്രേയനുണ്ട്, സനകാദികളുണ്ട്, യോഗേശ്വരന്മാർ എന്നിവരെല്ലാം നിൻതിരുവരുടെ സേവനത്തിൽ ഉത്സാഹിതരായിട്ട് അദ്ദേഹത്തെ അനുഭവിച്ചു. അപ്പം ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ദേവതകളും എല്ലാം എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പല ഫലങ്ങളുണ്ടെന്ന്. ഒരു കെട്ടിടത്തിന് തന്നെ ഫലമുണ്ട്. മേസ്ത്രി എന്ന് പറയുന്നത് മരത്തിൻ്റെ മണ്ണിൻ്റെ കല്ലിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കാനാണ്. പിന്നെ കാർപ്പൻറ്റർ ഉണ്ടാവും, അതിൻ്റെ ഒരു തലവനുണ്ടാവും, അത് മരത്തിൻ്റെ. അങ്ങനെ പല ഫലങ്ങൾ കൂടിയിട്ടാണല്ലോ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അതിലൊന്നാണല്ലോ രാജാവിനെ സൃഷ്ടിക്കുന്ന ഒരു ഫലം, തലവൻ, അതാണ് പൃഥ്വി. അതേപോലെ തന്നെ എന്തുണ്ട്? കപിലമുനി, എല്ലാവരും ഇവരെല്ലാം കൂടിയിട്ട് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഉത്സാഹത്തോടു കൂടി ഇദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. 7 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ മഹോത്സവത്തിൽ സർവാഭീഷ്ട പ്രദായിനിയായ ഭൂമിദേവി, എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കുന്ന ഭൂമിദേവി. കാരണം ഇവരെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഭൂമിയിലാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഈ പുരോഗതി മുഴുവൻ ഉണ്ടാകുന്ന ഭൂമിയിലാണ്. ബാക്കിയുള്ള സൂര്യനും ചന്ദ്രനും ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഭൂമിയിൽ നിന്ന് ആരൊക്കെ പോയിട്ട് വേണം അവിടെ ചെയ്യാൻ. സർവ അഭിലാഷങ്ങളും അഭിഷ്ടങ്ങളും പൂർത്തീകരിച്ച ഭൂമിദേവി
കാമധേനുവായിട്ട്, കാമധേനു എന്ന് പറഞ്ഞാൽ നമുക്ക് പശുവിനെയാണ് നേരത്തെ ചിന്തിച്ച, പശു എല്ലാം നൽകുന്ന പശുവിൻ്റെ നിലയിൽ ഹവിസുകളെയെല്ലാം, ഈ അർപ്പിക്കുന്ന ഹവിസുകളെയെല്ലാം ദഹനം ചെയ്തിട്ട് അതുവഴി യജമാനന്, അതായത് യജ്ഞം ചെയ്യുന്ന യജമാനന്, ഇപ്പം നമ്മളെന്തെങ്കിലും ഭൂമിയിൽ കുടിച്ചിട്ടാൽ നമുക്ക് അതിൻ്റെ ഫലം തരും, അത് യജമാനനാണ്, നമുക്കാണ് തരുന്നത്. ഇവിടെ ഇവരെല്ലാം കൂടിയിട്ട് പല കാലഘട്ടങ്ങളിലുള്ള രാജാക്കന്മാർ ഭൂമിയെ കറന്നുകൊണ്ട് യജ്ഞം നടത്തിയപ്പോൾ ആ യജമാനൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചതെല്ലാം ചുരിഞ്ഞുകൊണ്ടിരുന്നു. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭൂമി കൊടുത്തുകൊണ്ടേയിരുന്നു. നമ്മൾ ആഗ്രഹിച്ചിട്ട് കുടിച്ചാൽ ഭൂമി വെള്ളം തരും, വേറെ ആഗ്രഹം വെച്ച് കുടിച്ചാൽ ക്രൂഡ് ഓയിൽ തരും. ഇങ്ങനെ ഇഷ്ടം വരെയല്ല, പലതും നട്ടാൽ അതിനനുസരിച്ചുള്ള ചെടികൾ തരും. അങ്ങനെ പലതരത്തിൽ തിരിക്കുകയാണ്. ഇതിൻ്റെ 8 പറയുകയാണ്, നദികൾ പാല്, തൈര്, നെയ്യ്, മോര് എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള രസങ്ങളെയും വർദ്ധിച്ച് ഒഴുക്കി. പാല് ഒരു പ്രത്യേക ഗുണമാണ്, തൈര് എന്ന് പറയുന്നത് ആസിഡാണ്, വേറൊരു തരത്തിലാണ്, നെയ്യ് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാണ്. അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ നദികളിലൂടെ ഒഴുകി എന്ന് പറഞ്ഞാൽ ഭൂമി പലതരം വസ്തുക്കൾ ഭൂമിയിൽ നിന്നും മനുഷ്യർക്ക് നൽകി, പലതരത്തിലുള്ള. പിന്നെ പെരുന്ന തടിയുള്ള മാമരങ്ങൾ, വലിയ വലിപ്പമുള്ള തടിയുള്ള മാമരങ്ങളെല്ലാം തേൻ കണക്കെ തേൻ ചൊരിയുന്നത് കൊണ്ടുള്ള കനികളെ ദാനം ചെയ്തു. അപ്പം നമ്മൾ വലിയ വലിയ മരങ്ങളെല്ലാം നട്ട് പരിപാലിച്ചാൽ തേനിൻ്റെ രുചിയുള്ള മാമ്പഴങ്ങളെല്ലാം അത് ഉൽപ്പാദിപ്പിച്ച് തരും. അപ്പം നമ്മൾ എന്തെല്ലാമാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം തരും. അപ്പം രാജാവിൻ്റെ നേതൃത്വത്തിൽ, ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ലോകത്തിൽ എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. സമുദ്രങ്ങൾ രക്തരാശികളായും, സമുദ്രങ്ങൾ എന്ന് പറയുന്ന 9 പറയുകയാണ്, സമുദ്രങ്ങൾ രത്നരാശികളായും, സമുദ്രങ്ങളിൽ നിന്ന് രത്നങ്ങൾ ലഭിക്കാം. പർവ്വതങ്ങൾ 4 തരത്തിലുള്ള അന്നങ്ങളെയും വഹിക്കുന്നു. പർവ്വതങ്ങളിൽ പലതരം കൃഷികൾ, 4 തരത്തിലുള്ള അന്നത്തെ 4ആയി തിരിച്ചിട്ട് 4 തരത്തിലുള്ള വസ്തുക്കളും നമുക്ക് തരികയാണ്. എന്തെല്ലാം വേണം പർവ്വതത്തിൽ? കിഴങ്ങ് വർഗ്ഗം പർവ്വതത്തിലുണ്ടാവും. ഇനി ആപ്പിൾ മാരിയുള്ളിൽ എവിടെയുണ്ടാവും? അത്തരം ദേശങ്ങളിൽ. അപ്പം ഓരോ പർവ്വത പ്രദേശങ്ങളിലെല്ലാം പലതരത്തിലുള്ള, ഇപ്പം ചില ഉയർന്ന സ്ഥലത്തെല്ലാണല്ലോ നമുക്ക് ചായപ്പൊടിയെല്ലാം കിട്ടുന്നത്. അന്നത്തെയും വഹിച്ചു. എന്നിട്ട് എല്ലാ ലോകത്തിലെയും ഗോപാലകർ കാഴ്ചകൾ കൊണ്ടുവന്നു. ഇപ്പം പൃഥ്വി ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പൃഥ്വി രാജാവ് ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ നാട്ടുകാരും അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകി. ഈ ചെയ്യുന്നതെല്ലാം ആർക്ക് തന്നെയാണ് ലഭിക്കുക? ആ ശക്തി വിശേഷത്തിന് തന്നെ. എന്നാൽ 10 പറയുകയാണ്, എല്ലാ ദേവങ്ങളുടെയും ഈശ്വരൻ രാജാവ്, അതാരാണ്? ഇന്ദ്രനാണ്. ഈ ഇന്ദ്രൻ മാത്രം ഈ പൃഥ്വിൻ്റെ ഉയർച്ചയിൽ അഭിഷ്ണുത ചൊരിഞ്ഞു. എന്നിട്ട് ദേവേന്ദ്രൻ അതിൽ ഇടപെടാൻ ശ്രമിച്ചു. ഈ യജ്ഞത്തിലെല്ലാം ദേവേന്ദ്രൻ അതത്ര രസിച്ചില്ല. ദേവേന്ദ്രൻ മാത്രം ഇടങ്കോലിട്ടു എന്ന് പറയുകയാണ്. ഇത് പാഞ്ചിലെ കാരണം പറയുകയാണ്. പൃഥ്വി ചക്രവർത്തി അവസാനത്തെ അശ്വമേധം കൊണ്ട് യജ്ഞേശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കെ, അപ്പം 100 യജ്ഞങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് പൂർണ്ണമായിട്ടും യജ്ഞം ചെയ്യുക. ഒരു രാജാവിന് 100 എന്ന് പറയുമ്പോൾ 100% യജ്ഞം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മായാലോകത്തിലുള്ള കർമ്മങ്ങളാണ്. അപ്പം അതൊരിക്കലും പൂർണ്ണമാകില്ല. പൂർണ്ണമാകണ്ടെങ്കിൽ എന്ത് വേണം? ആ ബ്രഹ്മസമാനമായി മാറണം. ആ ബ്രഹ്മത്തിൻ്റെ അടുത്ത് ആർക്കും എത്താൻ പറ്റില്ല. അപ്പം ഇതൊരു മായാലോകമാണ്. ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും 100% ആകാൻ പോകുന്നില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ മുഴുവൻ
കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന രാജാവാരാണ്? ദൈവങ്ങളുടെ രാജാവാരാണ്? ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രനല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭൂമിയിലെ മാത്രം കാര്യമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ഈ രാജാവ് എന്ന് പറയുന്നത് ഭൂമിയിലാണ്. രാജാവിന് 100% കർമ്മമൊന്നും ചെയ്തിട്ട് ഇന്ദ്രസമാനമൊന്നും ആകാൻ പറ്റില്ല. ഭൂമിയിൽ ചെയ്ത് കൂട്ടാവുന്നതേ പറ്റുള്ളൂ. അതുകൊണ്ട് 99% ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ആ പുരോഗതിയെല്ലാം ഭൂമിയിൽ നമ്മൾ നേടുന്നു. പക്ഷെ അത് എത്രയാവുള്ളൂ? 99% ആവുള്ളൂ. എല്ലാം ചെയ്യുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രന് സമാനമാകില്ല. അപ്പം 99 ചെയ്തതിൻ്റെ ശേഷം 100ാമത്തെ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നീങ്ങുന്ന കാര്യം ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വേഷപ്രശ്നനായി യജ്ഞപശുവായ കുതിരയെ തട്ടിയെടുത്തു. അപ്പം 100ാമത്തെ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്ത്, അങ്ങനെ നീ എനിക്ക് തുല്യമൊന്നും ആകണ്ട. കാരണം ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പം ആ നിലയിലേക്ക് 100% പൃഥ്വി രാജാവ് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് സമാനമായി പോകുമോ എന്നുള്ളൊരു ധാരണ തന്നെയാകാം എന്ന അർത്ഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? വേഷപ്രശ്നമായിട്ട് യജ്ഞപശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പം 12 പറയാണ്, ധർമ്മമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത്. പക്ഷെ ആ ധർമ്മമല്ലാത്ത പ്രവൃത്തി ധർമ്മമാണെന്നാണ് ഇന്ദ്രൻ ധരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണെന്ന് ധരിച്ചുകൊണ്ട്, ഇത് യഥാർത്ഥത്തിൽ ധർമ്മമല്ല, അധർമ്മമാണ്. എന്നിട്ടും ആ പ്രവൃത്തിയെ ധർമ്മമായി അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് എന്ന് ധരിച്ചുകൊണ്ട് ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഇന്ദ്രനെ അപ്പോൾ അത്രി മഹർഷി കണ്ടു. അത്രി മഹർഷി എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള ഒരു ഋഷിയാണ്. അഗ്നിയെല്ലാം കണ്ടെത്തിയത് അഗ്നിയാണ്, അത്രിയായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അനേകം അസ്ത്രങ്ങൾ കൊടുക്കുവാൻ കഴിവുള്ള, 13 പറയുന്നതാണ്, അനേകം അസ്ത്രങ്ങൾ കൊടുക്കാൻ കഴിവുള്ളവനാണ് പൃഥ്വിൻ്റെ പുത്രൻ. അപ്പം പൃഥ്വിൻ്റെ പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ ഇന്ദ്രനതായിലേ പോകുന്നത്, അവനാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വേണം? അവനെ ആക്രമിക്കാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ അവൻ ദേഷ്യവും ഭയങ്കര ക്രോധത്തോടുകൂടി നിൽക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ പിന്നാലെ കൂടി. ഇനി 14 പറയുകയാണ്. അപ്പം ഇന്ദ്രൻ വേഷം മാറിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ. ജടാധാരിയെല്ലായിട്ട് ഭസ്മെല്ലാം ധരിച്ചിട്ടാണ് വന്നിരുന്നത്. വേഷം മാറിയിട്ട് ജടാധാരിയായിട്ട് ഭസ്മെല്ലാം ധരിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ യമരാജനെ പോലെയോ അല്ലെങ്കിൽ ശിവനെ പോലെയെല്ലാം തോന്നും. അപ്പം ഇദ്ദേഹം അത് കണ്ടപ്പോൾ ധർമ്മദേവനാണെന്നുള്ള ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവനാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്ത് അമ്പൊന്നും തൊട്ടില്ല. ആര്? പൃഥ്വിൻ്റെ പുത്രൻ. അപ്പം 15 പറയുകയാണ്, ഇന്ദ്രൻ്റെ വധത്തിൽ നിന്നും പിന്തിരിഞ്ഞതായിട്ട് കണ്ട. അപ്പം പൃഥ്വിൻ്റെ പുത്രൻ പിന്തിരിഞ്ഞ് കണ്ടപ്പോൾ അത്രി മഹർഷി പിന്നെയും പ്രേരിപ്പിച്ചു. വത്സ, അവനോട് വത്സ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഈ യജ്ഞം മുടക്കുന്ന ദേവാധിനാഥനായ ഇന്ദ്രനെ കൊല്ലുക. യഥാർത്ഥത്തിൽ ഇന്ദ്രൻ ദേവന്മാരുടെയെല്ലാം ദേവനാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത് ദേവാർത്ഥമനായ ഇന്ദ്രനെ കൊല്ലുക എന്നാണ് അത്രി മഹർഷി പറഞ്ഞത്. ഒരു മഹർഷിക്ക് ഇതൊന്നും അറിയാത്ത കാര്യമൊന്നുമല്ല. എന്നാൽ ഇവിടെ ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇന്ദ്രൻ ദേവന്മാരുടെ എല്ലാം അധിപനാണ്, രാജാവ്. അതറിയാത്ത വ്യക്തിയൊന്നുമല്ല അത്രി മഹർഷി. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് ദേവാ അധമനാണെന്ന്. കാരണം ഇപ്പോഴത്തെ പ്രവൃത്തി അധമൻ്റെ പ്രവൃത്തിയാണ്. കാരണം തെറ്റ് ചെയ്തിട്ട് ആ ചെയ്ത തെറ്റ് അദ്ദേഹം ശരി ധർമ്മമാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്.
അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് ഇങ്ങേരെ ദൃഷ്ടിയിൽ അധർമ്മമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇദ്ദേഹം അധമനാണ്. ആ അധമനായി ഇന്ദ്രനെ കൊന്നുകളയുക എന്ന് പറഞ്ഞു. ഇനി 16 ഇപ്രകാരം പ്രേരിപ്പിച്ചപ്പോൾ പുത്രൻ എന്ത് ചെയ്തു? ആകാശത്തിലൂടെ വേഗത്തിൽ ഗമിക്കുന്ന ദേവരാജനെ ജടായു രാവണനെ എന്ന പോലെ, പണ്ട് ജടായു രാവണനെ തടുക്കാൻ പോയിട്ടുണ്ട്, ആ കഥ വേറെ. ആ ശൗര്യത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ ക്രോധത്തോടുകൂടി പിന്തുടർന്നു. എൻ്റെ 17 പറയുകയാണ്, അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഇത് പരിപാടി ശരിയാവില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് ആ കുതിരയെയും അവിടെ കളഞ്ഞു. മോഷ്ടിച്ചുകൊണ്ടുപോയ കുതിരയും ഈ ആകാശത്തെ അവിടെ കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ രൂപവും ത്യജിച്ചു. എന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് തിരോധാനം ചെയ്ത് കളഞ്ഞു, അവിടെ നിന്ന് അപ്രത്യക്ഷമായി കളഞ്ഞു. അങ്ങനെ പുത്രൻ യജ്ഞപശുവിനെയും വീണ്ടെടുത്തിട്ട് യാഗശാലയിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്ദ്രൻ ഇടക്കിടക്ക് ഇതിനെ മുടക്കാൻ ശ്രമിക്കുകയാണ്. ആ മുടക്കാൻ ശ്രമിക്കുന്നതിനെ എങ്ങനെയായിട്ട് കാണണം? പൃഥ്വിരാജാവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ എന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനവും ഉണ്ട്, അതിനെ തടുക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ട്. ന്യൂട്ടന്റെ 3rd ലോ, എവറി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്. എങ്ങനെയെന്നാൽ ഇന്ദ്രനാണ് ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും പിന്നിലുള്ളത്. അപ്പം നമ്മളൊരാളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ, നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ്. ശത്രു നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിയന്ത്രിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്. നമ്മൾ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് നമ്മളെ അരിയാക്കിത്തരും, നമ്മളെ അരിയെ ചോറാക്കിത്തരും. അടുത്ത നമ്മളെ ശത്രുവിൻ്റെ വീട്ടിൽ ചോറ് വെക്കുകയാണെങ്കിൽ ഇന്ദ്രൻ അവിടെ എന്ത് ചെയ്യും? അവിടുത്തെ അരിയേയും ചോറായി കൊടുത്തു. അപ്പം ഇന്ദ്രൻ അങ്ങനെ പക്ഷപാതമില്ല, 2 വശത്തും. ഇവിടെ നമ്മളൊരു രാജാവ് ഒരു കർമ്മം ചെയ്ത് ലോകത്തിൽ പുരോഗതി നേടുമ്പോൾ അതിനെതിരായിട്ട് എന്തുണ്ട്? പ്രതിപ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഏകോപനം നടത്തുന്നതും ഈ ഇന്ദ്രൻ തന്നെയാണ്. അപ്പം പ്രതിപ്രവർത്തനവും ഇന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഏറ്റുമുട്ടുമ്പോഴാണ് മധ്യസ്ഥമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ബലം പ്രയോഗിക്കും, അത് ആക്ഷൻ. മറ്റേ ശക്തി ഇങ്ങനെയായിരിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇങ്ങോട്ടാക്കും. രണ്ടും തുല്യമാകുമ്പോൾ സത്വഗുണം സ്ഥിരമായ ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കും. ഇപ്പം പുരോഗതിക്ക് ശ്രമിക്കുമ്പോൾ ഒരു ശക്തി എതിർക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലാണ് അത് വന്ന് നിൽക്കുക. അങ്ങനെ ഈ 3 ഫോഴ്സുകളുടെ, അതുകൊണ്ടാണ് 3 തരം ന്യൂട്ടന്റെ 3 ലോസ് അനുസരിച്ചാണ് ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് സത്വ, രജോ, തമോ ത്രിഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളുടെ അനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാകുന്നത്. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും, എതിർക്കും. അപ്പോൾ അതിൻ്റെ നടുവിലെ മധ്യസ്ഥമായ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ ആ സിസ്റ്റം വന്ന് നിൽക്കും. അപ്പോൾ പുത്രൻ എന്ത് ചെയ്ത് ആ യജ്ഞപശുവിനെയായിട്ട് കൂട്ടിക്കൊണ്ട് യാഗശാലയിലേക്ക് പോയി. അപ്പം 18 എല്ലാ ഋഷികളും എല്ലാം അവൻ്റെ സാഹസിക പ്രവൃത്തിയെ പ്രശംസിച്ചു. അങ്ങനെ അവനെ വിജിതാശ്വൻ എന്ന പേർ അവന് വീണു. അവന് ഒരു പുതിയ പേരും കിട്ടി, വിജിതാശ്വൻ. അതായത് അപഹരിച്ചു കൊണ്ടുപോയ അശ്വത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇനി 19
അപ്പൊ ഇന്ദ്രൻ സമർത്ഥൻ തന്നെയാണല്ലോ. അപ്പൊ സമർത്ഥനായ ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഘോരമായ അന്ധകാരം അവിടെ ഉണ്ടാക്കി. അവിടെ മുഴുവൻ ഇരുട്ട് കൊണ്ടങ്ങ് മൂടി. അതിൽ മറഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം ഒരു യൂപ കുറ്റി എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു വളയം തീർത്തിട്ട് ആ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് ഈ കുതിരേൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ടല്ലേ പോകുന്നത്, അതിനെയൊക്കെ തട്ടി മാറ്റിയിട്ട് പിന്നെ ഈ കുതിരയും കൊണ്ട് ഇന്ദ്രൻ അങ്ങ് കടന്നു കളഞ്ഞു. ആ ഇരുട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ്, കൂരിരുട്ടുണ്ടാക്കിയിട്ട് അതിനകത്ത് മറഞ്ഞു നിന്നുകൊണ്ടാണ് ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒരു വളയം മാതിരിയാക്കിയിട്ട് അതുകൊണ്ട് ആളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടി മാറ്റിയിട്ട് കുതിരയും എടുത്തിട്ട് അങ്ങ് പോയി കളഞ്ഞു. അപ്പോഴേ ഇതെല്ലാം ആര് കാണുന്നുണ്ട്? പക്ഷേ ഈ പൃഥ്വിന്റെ മകൻ കാണുന്നുണ്ട്. പക്ഷേ ഇന്ദ്രൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കാപാലിക വേഷത്തിലാണ്. അപ്പോൾ ഒരു കാപാലികനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രപുത്രൻ എന്ത് ചെയ്തു? പൃഥ്വിന്റെ പുത്രൻ മിണ്ടാതിരുന്നു. പൃഥ്വിന്റെ പുത്രൻ വിചാരിച്ച ദേവന്മാരെല്ലാം ചെയ്യുന്നതാണെങ്കിൽ അത് സത്യത്തിനനുസരിച്ചെല്ലാം ചെയ്യും. നേരത്തെ വന്നിരിക്കുന്നത് ജടാധാരിയായ ശിവനെ പോലെയുള്ള രൂപത്തിലാണ്, ഇപ്പം കാപാലികൻ എന്ന ഒരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒന്നും ചെയ്തില്ല, എൻ്റെ പരിധിയിലല്ല, അത് ധർമ്മത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് എന്ന നിലയിൽ അദ്ദേഹം അത് കണ്ടില്ല എന്ന് നടിച്ചു. 21 പറയുകയാണ്, അത്രി മഹർഷി അപ്പോഴും ഈ തട്ടിപ്പ് മനസ്സിലാക്കി അവനെ പിന്നെയും പോയി പ്രേരിപ്പിച്ചു. അപ്പൊ അവന് ആദ്യ ദേഷ്യം കയറിയിട്ട് ഇന്ദ്രന്റെ നേരെ ബാണം തൊടുത്തു. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്ത് പിന്നെ ആ രൂപത്തെ അവിടെ ത്യജിച്ച് കുതിരയെ അവിടെ വിട്ടിട്ട് മറഞ്ഞു നിന്നു. അപ്പൊ ഇന്ദ്രനും പിന്നെയും മറഞ്ഞു നിന്നു. ഈ പറയുന്നതിൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനെന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഭൂമിയെ ഇന്നത്തെ അവസ്ഥയിലാക്കി മാറ്റുക. ഇനി നാളെ ഇതിൽ നിന്ന് പുരോഗമിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിലും നമ്മൾ പുറമേ കർമ്മങ്ങൾ ചെയ്യും. കർമ്മം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും. ന്യൂട്ടൻ്റെ തേർഡിലോ അല്ലെങ്കിൽ തമോ ഗുണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്. അപ്പം 22 പറയാണ്, വീരവാനായ കുമാരനാകട്ടെ അപ്പം എന്ത് ചെയ്ത് കുതിരയും പിന്നെയും വീണ്ടെടുത്തിട്ട് അജയനായിക്കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ദ്രൻ ഉപേക്ഷിച്ച ആ രൂപം ഉണ്ടല്ലോ, ആ രൂപം അറിവ് കുറഞ്ഞവർ കൈക്കലാക്കി. അതായത് അജ്ഞാനികൾ അങ്ങനെയാണ് ഈ ലോകത്തിൽ ഉണ്ടായി എന്ന് പറയണം. ആ കഥയിലൂടെ ആ രൂപം, ഇന്ദ്രൻ ആ രൂപം ഉപേക്ഷിച്ചു. ഒരു കള്ളാവേഷവും കെട്ടിയിട്ട് വന്നതാണ്, മുഖം കൂടിയെല്ലാം ധരിച്ചത്. ആ വേഷം ഉപേക്ഷിച്ചു. ആ വേഷത്തിൽ നിന്നാണ് എന്തുണ്ടായത്? അറിവില്ലാത്ത ജനങ്ങൾ അത് സ്വീകരിച്ചു എന്നാണ്. അറിവില്ലാത്ത ജനങ്ങൾ ആ തരക്കാരായി മാറി. ഇവിടെ അറിവ് കുറഞ്ഞവർ കൈക്കലാക്കി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ അറിവ് കുറഞ്ഞവരിലൂടെയാണ് ലോക പുരോഗതിക്കെതിരായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ലോകം മുന്നോട്ടേക്ക് പോവുകയാണ്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് നല്ല ഭരണാധികാരികൾ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കും, രാജാക്കന്മാർ. അങ്ങനെ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, പഴഞ്ചൻ ചിന്താഗതിക്കാർ. അല്ലെങ്കിൽ പഴഞ്ചൻ ചിന്താഗതിക്കാർ അല്ലെ അതിനെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ എല്ലാം എന്തെങ്കിലും താല്പര്യത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു റോഡ് വെട്ടുകയാണെങ്കിൽ അതിനെതിരായിട്ട് എന്തെല്ലാം തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്കെല്ലാം രാഷ്ട്രീയപരമായിട്ടും പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. അതിനല്ല അവർ ഉപയോഗിക്കുന്നത് ആരെയാണ് ഉപയോഗിക്കുന്നത്?
വിദ്യാഭ്യാസം കുറഞ്ഞ അജ്ഞാനികളെയാണ്. അജ്ഞാനികൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് അങ്ങ് പോകും. അവർക്ക് ശാസ്ത്രബോധമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള അജ്ഞാനികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പല പുരോഗതികളെയും ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത അജ്ഞാനികളായ ജനങ്ങളെ പലതും പറഞ്ഞിട്ടാണ് ആ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അതാണ് അത് ഇന്ദ്രൻ്റെ ആ തടയുന്ന വേഷം കളഞ്ഞല്ലോ. ആ വേഷം ആരെടുത്തണിഞ്ഞു? ഈ അജ്ഞാനികൾ എടുത്തണിഞ്ഞു. അപ്പം ലോകം പുരോഗമിക്കുമ്പോൾ അതിനെതിരായി നിൽക്കുന്ന ശക്തികൾ ഈ അജ്ഞാനികളെ ഉപയോഗിച്ചിട്ടാണ് ലോക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുക. അത് നമ്മളിന്ന് നാട്ടിൽ കാണുന്ന തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാതെ കുറേ ആൾക്കാരെ മുമ്പ് പിടിച്ചിടും. അതിൻ്റെ പിന്നിൽ ചിലവർ കത്തിക്കാനായിട്ട് കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉള്ള ആ സ്വഭാവ വിശേഷം, അവരുടെ രൂപം ഏതിൽ നിന്ന് കിട്ടിയതാണ്? ഈ പൃഥ്വിരാജാവിൻ്റെ അശ്വമേധത്തെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ഇന്ദ്രൻ ഒരു വേഷം കെട്ടിയിട്ടാണ് വന്നത്. അത് കളഞ്ഞ വേഷമാണ് ഇവരെടുത്ത് അണിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ വശത്തും പ്രവർത്തിക്കുന്നതാണ്. ശത്രു മിത്രം എന്നൊന്നുമില്ല. ഏത് വശത്ത് എന്ത് കർമ്മം നടക്കുന്നത് അതിൻ്റെ പിന്നിൽ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം ആ നിലയിൽ ഇതിനെ കാണണം. അപ്പം 23 പറയുകയാണ്, ഈ ആകാശമോഷ്ടാക്കൾ ഇന്ദ്രൻ, ഈ ആകാശമോഷ്ടാക്കൾ എന്നുള്ള ഇന്ദ്രൻ യാഗത്തെ മോഷ്ടിക്കുവാനായിട്ട് എന്തെല്ലാം രൂപങ്ങൾ എടുത്തുവോ ആ രൂപങ്ങളെല്ലാം ആരാണ്? അവയെല്ലാം പാപത്തിൻ്റെ ഗന്ധങ്ങളായിട്ട് മാറി അവയെല്ലാം ലിംഗജീവികൾ സ്വീകരിച്ചു. ലിംഗജീവികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം പാപപ്രവർത്തികൾ, പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന വിദ്യ ഇല്ലാത്ത ആൾക്കാർ, അവരെല്ലാം ലിംഗജീവികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവർ ഈ പാപവും പേറിക്കൊണ്ട് ലോകത്തിൽ എന്ത് പുരോഗതി ഉണ്ടാവുമോ അതിന് ഇന്ദ്രൻ എന്താണോ ചെയ്തത് അതുപോലെ പാര വെക്കാൻ വേണ്ടിയിട്ട് നടക്കും. അങ്ങനെയുള്ള വിഭാഗമാണ് ലിംഗജീവികളായിട്ട് ഈ വിഭാഗത്തെ കണക്കാക്കുകയാണ്. ലോക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്. എപ്പോഴും തടസ്സം ഉണ്ടല്ലോ, ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാൾ പുരോഗതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ വേറെ ആൾ പാരയായിട്ട് വരും. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിനെ സാധാരണ പാവങ്ങളായ ജനങ്ങളെ അവരെയാണ് കുത്തി ഇളക്കി വിടുക. അപ്പം അവരെല്ലാം പാപഗന്ധങ്ങൾ സ്വീകരിച്ചവരാണ്. ഇനി 24-25 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇന്ദ്രൻ ഉപേക്ഷിച്ച ഈ വേഷങ്ങളെല്ലാം ദിഗംബരന്മാരാണ് ആയ ജൈനന്മാരും ബൗദ്ധന്മാരും സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അവർ യുക്തിവാദി നിരൂപണമെല്ലാം നടത്തും. അപ്പം ബൗദ്ധന്മാർ വേദങ്ങൾക്കെതിരായിട്ടുള്ളതാണ് പഠിപ്പിക്കുന്നത്. തെറ്റായ വേദധർമ്മങ്ങളാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേദത്തിനെതിരായ ധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. വേദത്തിൻ്റെ പേരിൽ, വേദമെന്നത് ഒരു ശാസ്ത്ര പുസ്തകമാണ്. ലോകത്തിൻ്റെ എല്ലാ സയൻസും അടങ്ങിയ പുസ്തകമാണ്. ലോക പുരോഗതി സയൻസിലൂടെ നേടിത്തരാൻ വേണ്ടി എഴുതി വെച്ച പുസ്തകങ്ങളാണ്. അതിനെയെല്ലാം ദുർവ്യാഖ്യാനിച്ചിട്ട് ദിഗംബരന്മാരായും ബൗദ്ധന്മാരായും, ദിഗംബരൻ ജൈനന്മാർ എന്നെല്ലാണ് പറയുന്നത്, അവരെല്ലാം ഇതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് വേദങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെല്ലാമാണ് ഈ ഇന്ദ്രനെന്ന് കളഞ്ഞ ഈ രൂപം സ്വീകരിച്ച് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ചുരുക്കത്തിൽ വേദം എന്നത് വെറും സയൻസ് പുസ്തകമാണ്, ശാസ്ത്ര പുസ്തകമാണ്. ലോകം പുരോഗതിയിലേക്ക് പോകാനുള്ള ആധുനിക മോഡേൺ സയൻസ് തന്നെയാണ്. അതിലൂടെ ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് വേഗത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ദിഗംബര ജൈനന്മാരും ബൗദ്ധന്മാരുമെല്ലാം
കാവ്യവസ്ത്രധാരികളായ ബൗദ്ധർ എന്നാണ് രക്തപടന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം കാവ്യവസ്ത്രമെല്ലാം ധരിച്ചിട്ട് തന്നെയാണ് ബൗദ്ധ മതക്കാരെല്ലാം പ്രവർത്തിക്കുന്നത്. അവരെല്ലാം വേദത്തിനെതിരാണ്. വേദത്തിൽ പറഞ്ഞ സയൻസ് നമ്മൾ വേദം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിന് മുഴുവൻ സയൻസിൽ. പക്ഷെ അതിനെല്ലാം അവർ വ്യാഖ്യാനിച്ചിട്ട് എന്തെല്ലോ ആക്കി മാറ്റിയിരുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, ശാസ്ത്രത്തിനെതിരാണ് വേദങ്ങൾ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ശാസ്ത്ര പുരോഗതിയെ തടസ്സപ്പെടുത്താൻ നിൽക്കും. ഇതൊന്നും നമ്മളെ ഇതിൽ പെടുന്നതല്ലാതെല്ലാം പറഞ്ഞുകൊണ്ട് പല ധർമ്മങ്ങൾ എന്തെല്ലോ ആണെന്ന് പറഞ്ഞുകൊണ്ട് വേദധർമ്മങ്ങളെ ജനങ്ങളെ, തെറ്റായ വേദധർമ്മങ്ങളെ ജനങ്ങൾക്ക് ഉപദേശിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി 26. അപ്പൊ ഈ സംഭവം 26 പറയുകയാണ്, ഈ സംഭവങ്ങൾ അറിഞ്ഞ ഇന്ദ്രൻ പൃഥ്വി ചക്രവർത്തി ഇന്ദ്രന്റെ നേരെ കോപിച്ച് വില്ലെടുത്ത് ശരം തൊടുത്തു. അപ്പോൾ 27 ഈ സമയം ഋത്തിക്കുകൾ, അതായത് യജ്ഞത്തിനെല്ലാം നേതൃത്വം നടക്കുന്ന ഋത്തിക്കുകൾ ഇന്ദ്രവർദ്ധത്തിന് ഉദ്യമിച്ച പൃഥ്വിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. പൃഥ്വി ഇന്ദ്രനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ യജ്ഞങ്ങളെല്ലാം നടത്താൻ നേതൃത്വം കൊടുത്ത വേദങ്ങൾ അറിയുന്ന ഋത്തുക്കുകൾ പറഞ്ഞു, ഈ സമയം മറ്റൊരു വധം നടത്തിക്കൂടാ. ഇവിടെ വെച്ചിട്ട് ഇന്ദ്രനെ പോലെയുള്ള ഒരുവരെ വധം നടത്തിക്കൂടാ, അത് ശരിയല്ല. ഇങ്ങനെ ഒരു യാഗം നടക്കുന്ന സ്ഥലത്ത് അന്ന് യജ്ഞദ്രവ്യനാശകനും അങ്ങയുടെ ഐശ്വര്യത്തിൽ നഷ്ടപ്രഭനുമായ ഇന്ദ്രനെ 28 പറയാണ്, അങ്ങയുടെ പ്രഭാവം മൂലം ഇന്ദ്രനെന്തോ തോന്നി എൻ്റെ പ്രഭയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന ഇന്ദ്രനെ യജ്ഞദ്രവ്യനാശകനും, യജ്ഞത്തെയെല്ലാം തടയാൻ ശ്രമിക്കുന്ന ഇന്ദ്രനെ, അപ്പോൾ പ്രഭയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രഭയിൽ, പൃഥ്വി രാജാവിൻ്റെ പ്രഭയിൽ ആ കർമ്മം ഭൂമിയെ ഇത്രയും സുന്ദരമാക്കിയപ്പോൾ അതിൻ്റെ ശോഭയിൽ ആരെ മറന്നുപോയി? ഇന്ദ്രനെ മറന്നുപോയി. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ആവാഹന മന്ത്രത്താൽ ഇവിടെ ഇന്ദ്രനെ ആവാഹിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ ഹോമിച്ചേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ദ്രനെ അങ്ങനെ വധിക്കൊന്നും വേണ്ട, നമുക്ക് അദ്ദേഹത്തെ ആവാഹിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഹോമിച്ചേക്കാം. ഈ പറയുമ്പോൾ നമ്മൾ ഇന്ദ്രൻ എന്നൊരു വലിയ ജീവിയെയല്ല, ഒരു വലിയ മനുഷ്യനെ രൂപമുള്ളതല്ല ആവാഹിക്കുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ആര് വരുന്നുണ്ട്? ഇന്ദ്രനാണ് അത് പൂർത്തീകരിക്കാൻ വരുന്നത്. ഇന്ദ്രൻ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇന്ദ്രൻ്റെ ഫംഗ്ഷനും തീരും, ഇന്ദ്രനെ ഹോമിക്കുക, ഹോമത്തോടു കൂടി ഇന്ദ്രൻ്റെ ജോലി കഴിയുക. ആ അർത്ഥമേ അതിനെ എടുക്കേണ്ടതുള്ളൂ. സയൻസിലോട്ട് ചിന്തിക്കുമ്പോൾ അല്ലാതെ നമ്മൾ വിചാരിക്കും ഇവർ എന്ത് ചെയ്യുകയാണ്, ഇന്ദ്രനെ അങ്ങ് വലിയ മറ്റേ എന്തോ ആയുധലായിട്ട് നിൽക്കുന്ന ഇന്ദ്രനെ ഹോമിക്കുകയാണ്. ഇന്ദ്രനെ ഏത് കർമ്മം ചെയ്യുമ്പോഴും, നമ്മളും കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും, നമ്മളെ കർമ്മങ്ങളെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ. അത് ശത്രു ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്യില്ല. അതാണ് ഇന്ദ്രൻ്റെ സ്വഭാവം. അപ്പോൾ ആവാഹിക്കുക എന്നുള്ള ഒരു കർമ്മം ചെയ്യുക എന്നുള്ള ആവാഹിക്കൽ തന്നെയാണ്. ഇന്ദ്രനെയാണ് വിളിക്കുന്നത്. അഗ്നിയെയും വിളിക്കും. അഗ്നി ഉണ്ടെങ്കിൽ, ഊർജ്ജമുണ്ടെങ്കിൽ എന്ത് കർമ്മം നടക്കുകയുള്ളൂ. അപ്പോൾ അവരെല്ലാം അവിടെ വരും. യജ്ഞം കഴിയുമ്പോൾ ആ ഹോമത്തിൽ അവരെല്ലാം ഇല്ലാതെയാവും. അവർ പിന്നെ പ്രശസ്തി ഇല്ലാതെയാവും. പിന്നെ അവരെടുത്ത് കാണുമ്പോൾ ആദ്യം വരും. അപ്പോൾ കഥയിൽ പറയുമ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം ആവാഹന ക്രിയയെല്ലാം നടത്തിയിട്ട് ഇന്ദ്രനെ അങ്ങ് ഹോമിച്ച് കളയാമെന്നെല്ലാം പറയുമ്പോൾ ആ തരത്തിൽ കഥയിൽ പറയും. നമ്മൾ വിചാരിക്കും വലിയ ഇന്ദ്രനെ ഇതാ ഹോമിക്കാൻ പോകുന്നു എന്നല്ല. 29 ഇങ്ങനെ പൃഥ്വിനെ ധരിപ്പിച്ച ശേഷം കയ്യിലെടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോമത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ദ്രനെ ആവാഹിക്കാനുള്ള ഇത് കയ്യിലെടുത്തപ്പോൾ ബ്രഹ്മാവ് കയറി തടഞ്ഞു. കാരണം ബ്രഹ്മാവാണ് ഈ സൃഷ്ടികർമ്മം മുഴുവൻ നടത്തുന്നത്. സൃഷ്ടി നടത്തേണ്ട ഉത്തരവാദിത്തമാക്കാണ് ബ്രഹ്മാവിനാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുന്നത്. ആ സയൻസിൽ ആരും വേണം? പൃഥ്വിരാജാവും വേണം, ഇന്ദ്രനും വേണം. ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും നടത്തുന്നത്. ബ്രഹ്മാവിന് നല്ലോണം അറിയാം. പക്ഷേ പൃഥ്വിരാജാവിനറിയില്ല. അപ്പം 30
ഇന്ന് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, ഈ യജ്ഞത്തിൽ നിങ്ങൾ ആരെ വധിക്കുവാൻ ശ്രമിക്കുന്നുവോ അവർ എൻ്റെ അംശമാണ്. നിങ്ങൾ ആരെയാണ് വധിക്കാൻ നോക്കുന്നത്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ എൻ്റെ അംശമാണ്. അല്ല, അവർ എൻ്റെ അംശമാണ്. ദേവകൾ അതിനാൽ നിങ്ങൾക്ക് വധിക്കാൻ അർഹതയില്ല. ദേവകളെ ഒന്നും വധിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഈ ദേവതകളെ എല്ലാം ഏതിൽ നിന്ന് വന്നാണ്? ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് വന്നത്. ആ ബ്രഹ്മാവിൻ്റെ അംശമാണ് ഇതെല്ലാം. അതെല്ലാം സൃഷ്ടിക്രമത്തിൽ ഇതെല്ലാം വേണം, രണ്ടും വേണം. അതുകൊണ്ട് അവരെ ഒന്നും വധിക്കാനൊന്നും നിങ്ങൾക്ക് അർഹതയൊന്നും ഇല്ല. നിങ്ങളിവിടെ ഭൂമിയിലെ കാര്യമാണ് നോക്കുന്നത്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നോക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ്. അവരെല്ലാം എൻ്റെ അംശവുമാണ്. ഈ ദേവതകളെല്ലാം എൻ്റെ അംശവും തന്നെയാണ്. അതുകൊണ്ട് അതിനെയൊന്നും വധിക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല. വധിക്കണ്ടെങ്കിൽ അത് തീരുമാനിക്കണം, ഇന്നാളോടെ ഇന്നാളെ വധിക്കണം. അല്ലാതെ അർജുനനോടും പണ്ട് പറഞ്ഞതാണ്, നീ ആരെയും വധിക്കുന്നൊന്നുമില്ല, നമ്മൾ പണ്ടേ തീരുമാനിക്കാൻ പറ്റും. ഇവരും ഒരു നിമിത്തം. ആരും ആരെയും വധിക്കുന്നൊന്നുമില്ല. കാരണം എല്ലാം ബ്രഹ്മത്തിൻ്റെ അംശമാണ്. പക്ഷേ ഓരോ കാലത്തിൽ വേണ്ടാതെ അവർക്ക് ഇല്ലാതെയാവും, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് പറയുന്നു? യജ്ഞജൻ എന്ന പേരിൽ ഇന്ദ്രൻ വിഷ്ണുവിൻ്റെ അവതാരമാകുന്നു. യജ്ഞജൻ വിഷ്ണു ആണ് സൃഷ്ടിസ്ഥിതി. അപ്പം എല്ലാ സ്ഥിതി എല്ലാത്തിനെയും സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രനിലൂടെയാണ് വിഷ്ണു ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ്, അംശാവതാരമാണ് ആര്? ഈ ഇന്ദ്രൻ. അതിനാൽ ബ്രാഹ്മണരെ, ഈ ഋത്തിക്കുകളെല്ലാം കൂടിയല്ലേ അത് പറഞ്ഞു, അവരോട് വേദങ്ങൾ അറിയുന്ന പണ്ഡിതരോട് പറയുകയാണ്, ബ്രാഹ്മണരോട് എന്താണ് പറഞ്ഞത്? പൃഥ്വി ചെയ്ത കർമ്മത്തെ മുടക്കുവാൻ. പൃഥ്വി ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ മുടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആര്? ഇന്ദ്രൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവനനുഷ്ഠിച്ച ഈ ധർമ്മ വിപരീതത്തെ നോക്കുവിൻ. ഈ വിപരീത പ്രവൃത്തി അതും ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ഏത് പ്രവർത്തിക്കും നേരത്തെ പറഞ്ഞ മാതിരി എന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ആ പ്രതിപ്രവർത്തനത്തിലൂടെയാണ് എന്തെത്തുന്നത്? സന്തുലനാവസ്ഥ എത്തുന്നത്. ആക്ഷനുണ്ട്, റിയാക്ഷനുണ്ട്. രണ്ടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതൊരു സ്റ്റഡിയായ അവസ്ഥയിലെത്തുന്നത്. ഒരാൾ മേശ ഇങ്ങോട്ട് തള്ളും, മറ്റേ അപ്പുറത്തെ ഭാഗത്തുള്ളവർ മേശ ഇങ്ങോട്ട് തള്ളുമ്പോൾ മേശ സ്റ്റഡിയല്ലാതായിട്ട് നിൽക്കും. മേശ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരാൾ മേശ ഇങ്ങോട്ട് തള്ളുന്നതല്ല, അപ്പം മറ്റവർ ഇങ്ങോട്ട് തള്ളുന്നതല്ല. മേശ ഏത് ഭാഗത്താണ് ശക്തിയുള്ള ആ ഭാഗത്തേക്ക് മേശ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മേശപ്പുറത്ത് നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റും. എപ്പം ചുറ്റും രണ്ട് തള്ളലും ഒരേ ശക്തിയിലാകുമ്പോൾ മേശ സ്റ്റഡിയായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ സത്വഗുണം അതാണ്. ആ സത്വഗുണം രണ്ട് ഓപ്പോസിറ്റ് ഫലങ്ങൾ, ആക്ഷനും റിയാക്ഷനും കൂടിയിട്ടുള്ള റിസൾട്ടൻ്റാണ്. അപ്പോഴാണ് സ്റ്റഡിയായി വരുന്നത്. അപ്പോൾ ഒരു സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് പൃഥ്വി ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ബലമുണ്ട്. അതാണ് ഇന്ദ്രനായിട്ട് അവിടെ ആക്ട് ചെയ്തത്. അതിലൂടെ എന്ത് പറ്റുന്നു? ഒരു സ്റ്റഡിയായ നിലയിലേക്ക് എത്തുന്നു. സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഭരണപക്ഷം ഒരു ബില്ല് കൊണ്ടുവരും. രണ്ടുപേർക്കും തുല്യ അംഗമാണെന്ന് വെച്ചോളൂ നിയമസഭയിൽ. ഭരണപക്ഷം ഒരു കുറേ ഭേദഗതി എന്തെങ്കിലും ബില്ല് കൊണ്ടുവരും, പ്രതിപക്ഷം അതിനെ എതിർക്കും. എല്ലൊന്നും എതിർക്കില്ല. പിന്നെ അവർ തമ്മിൽ രണ്ടും തുല്യമാകുമ്പോൾ, തുല്യ ഫലത്തിലാണെങ്കിൽ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കും. അതുപോലെ രണ്ട് വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുല്യമാകുമ്പോഴാണ്
ഒരു ധാരണയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തുന്നു, പുരോഗതിക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തുന്നു, എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാകുന്നു. അപ്പോൾ മധ്യത്തിൽ ഒരു പുതിയ അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകാൻ നോക്കും, എതിർപ്പുണ്ടാകും. അപ്പോൾ ഒരു മധ്യസ്ഥത്തിൽ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെയാണ് ലോകം പുരോഗമിച്ചു പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് പുരോഗമിക്കുന്നില്ല. ഗ്രാജ്വലായിട്ട് ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു സന്തുലനാവസ്ഥ മെല്ലനെ 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 അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ എന്ത് വേണം? അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പ്ലാനാണ് ധർമ്മത്തിൻ്റെ എതിർ ധർമ്മത്തെ നിങ്ങൾ കാണുക ഇന്ദ്രൻ ചെയ്യുന്നത്. അതായത് റിയാക്ഷനിൽ നിങ്ങൾ കാണണം. ഈ റിയാക്ഷൻ നമ്മൾ ഭൂമിയിൽ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വെയിറ്റ് ഭൂമിയിലേക്ക് താണു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ടേക്ക് തള്ളുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഭൂമിയുടെ മേലെ. നേരെ മറിച്ച് ഭൂമി മുകളിലോട്ട് തള്ളുന്നില്ല എങ്കിൽ നമ്മൾ താണു പോകും. ഉദാഹരണമായി ചളിയിൽ നിന്നാൽ മതി, നമ്മൾ താണു പോകും. കാരണം ചളി എന്ത് ചെയ്യുന്നില്ല? നമ്മളെ മുകളിലോട്ടേക്ക് തള്ളുന്നില്ല, നമ്മൾ താണു പോകും. ഭൂമിയിൽ നിൽക്കാൻ പറ്റുന്നത് ഭൂമി തള്ളുന്നുണ്ട് മുകളിലേക്ക്. റിയാക്ഷനുണ്ട്, തമോ ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് ഭൂമി തള്ളുന്നത് കൂടിപ്പോയിരുന്നുവെങ്കിൽ നമ്മൾ മുകളിലോട്ട് എതിർച്ചു പോകുമായിരുന്നു. നമ്മളെ ഭാരത്തെക്കാട്ടിയും തള്ളലും മുകളിലോട്ടേക്ക് തള്ളുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ തെളിച്ചു പോകും. അപ്പോൾ ഇത് രണ്ടും തുല്യമായത് കൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ആ തത്വം നമ്മൾ ഇവിടെ അപ്പം രണ്ടും ഉണ്ട്. അപ്പം ഇന്ദ്രന് എന്ത് ധർമ്മമുണ്ട്? ആക്ഷൻ്റെ ഭാഗത്തും നിൽക്കണം, റിയാക്ഷൻ്റെ ഭാഗത്തും നിൽക്കണം. രജോ ഗുണത്തിൻ്റെ ഭാഗത്തും നിൽക്കണം, തമോ ഗുണത്തിൻ്റെ ഭാഗത്തും നിൽക്കണം. എന്നിട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള സത്വഗുണത്തിലേക്ക്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലേക്ക് എത്തണം. എന്നിട്ട് പറയുകയാണ് 32 ഋതു നടത്തിയ 99 യജ്ഞങ്ങൾ നന്നായി നിങ്ങൾ യോജിച്ചു. നിങ്ങൾ 99 യജ്ഞങ്ങൾ അത്രയും ലോകത്തെ മുന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി. അതിനാരും എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഭൂമിയിൽ ഇത്രയും ഉണ്ടാക്കാൻ പറ്റുന്ന പുരോഗതിക്ക് ഒരു കണക്കുണ്ട്. അതുവരെ നിങ്ങൾ കൊണ്ടുപോയി. നിങ്ങൾ ഭൗതികമായ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുരോഗതിക്ക് ഒരു കണക്കുണ്ട്. അത് 99%. അത് മായയിൽ അധിഷ്ഠിതമാണ്. അത് വെറും വ്യർത്ഥമാണ്. നാളെ ഇതെല്ലാം ഇല്ലാതെയാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇന്ന് ഒരു കുടുംബത്തിൽ ഒരു മതത്തിൽ ജീവിക്കുകയാണെന്ന് വെച്ചോളൂ, ഹിന്ദു മതത്തിലാണെന്ന് വെച്ചോളൂ. നമ്മൾ മറ്റുള്ള മതത്തെ ചീത്ത പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നാളെ നമ്മൾ മരിച്ചാൽ ജനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നാളെ പോയി ജനിക്കുന്നത് ഏത് മതത്തിലായിരിക്കും? നമ്മളിന്ന് ചീത്ത പറഞ്ഞ മതത്തിലായിരിക്കും നാളെ പോയി ജനിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് തെറി പറയും. അപ്പം ഇതെല്ലാം മിഥ്യയാണ്. ഇതെല്ലാം കുറച്ച് കാലത്തേക്ക് ആ പ്രകൃതി കാണിച്ച മായാവിലാസമാണ്. അതിൽ നിങ്ങൾ എന്ത് നേടിയാലും, രാജാവും ജനങ്ങളും കൂടി ചേർന്ന് എന്ത് നേടിയാലും അത് 99% വരെ അനുവദിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വൃത്തി നടത്തിയ 99 യജ്ഞങ്ങൾ നന്നായി നിങ്ങൾ യജിച്ചു, അത് മതി. അതിൻ്റെ അപ്പുറം പോകുന്നതിൽ കാര്യമില്ല. നിങ്ങൾ എന്തെല്ലോ നേടിക്കളയാമെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് നേടാൻ പറ്റും? അതിനൊരു ലിമിറ്റുണ്ട്. മനുഷ്യനാണ്, മനുഷ്യന് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. രാജാവിന് നേടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ അപ്പുറമൊന്നും പറ്റില്ല. പക്ഷെ ഇന്ദ്രൻ അതല്ല. ഇന്ദ്രൻ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അതിനാൽ ഇതോടെ യജ്ഞം മതിയാക്കുക. നിങ്ങൾ ഏറ്റവും ലോകം പുരോഗമിക്കേണ്ട അവസ്ഥയിൽ എത്തിയാൽ യജ്ഞം മതിയാക്കുക. നിങ്ങളുടെ ധർമ്മം കഴിഞ്ഞു. നിങ്ങൾ മാർഗത്തെ അറിയുന്നവരാണ്. പിന്നെ നിങ്ങൾക്ക് നേടാനുള്ളത്, ലോകത്തിൽ നേടാനുള്ള ഏറ്റവും മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ജ്ഞാനം നേടുക. പിന്നെന്താണ് മനസ്സിലാക്കുക? ആ മുക്തിമാർഗം ബ്രഹ്മമാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതിനൊന്നും ഒരർത്ഥവുമില്ല.
അതാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ച് എന്തെല്ലോ ഞാനാണെന്നുള്ള നിലയിൽ നോബൽ പ്രൈസ് എല്ലാം വാങ്ങിയിട്ട് ശാസ്ത്രലോകം അവസാനം ക്വാണ്ടം മെക്കാനിക്സിൽ എത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ നോക്കിയപ്പോൾ അവർ പകച്ചുപോയി. കാരണം ഇതുവരെ നമ്മൾ നോബൽ സമ്മാനം നേടിയതും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയോ അതിനെല്ലാം നേരെ എതിരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എനർജിയുടെ അപ്പുറത്തേക്ക് കടക്കാൻ പോകുമ്പോൾ അവർ ഈ കണ്ടതെല്ലാം മണ്ടത്തരം അതോടുകൂടി അവരെന്താക്കി മതിയാക്കി. അതും കൂടി ആവുമ്പോഴേ എന്താവുള്ളൂ 100% ആവുകയുള്ളൂ. നിങ്ങൾക്ക് 99 മതി. ഇവിടെ യജ്ഞം മതിയാക്കുക. നിങ്ങൾ മുക്തിമാർഗത്തെ അറിയുന്നവരാണ്. നിങ്ങൾക്കറിയാം മുക്തിമാർഗം. അതിൻ്റെ അപ്പുറത്തെ 100 എന്ന് പറയുന്നത് മുക്തിമാർഗമാണ്. അതാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് നേടേണ്ടത്. അത് ഈ ഭൂമിയിൽ വെച്ച് നേടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഈ പ്രപഞ്ച മായാലോകം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ദ്രനോളം എത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഇന്ദ്രൻ തടഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ അപ്പുറമൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മതിയാക്കുക. അതാണ് ഇന്ദ്രൻ ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻ ചെയ്യേണ്ടത് ധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 33 പറയാണ്, ഞാൻ തന്നെയായ ഇന്ദ്രന്റെ നേർക്ക്. ആ ബ്രഹ്മാവ് പറയാണ്, ബ്രഹ്മാവും ഇന്ദ്രനും എല്ലാം ഞാൻ തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മാവും ഇന്ദ്രനും എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയായ ഇന്ദ്രന്റെ നേർക്ക് കോപത്തെ പ്രയോഗിക്കുവാൻ നിങ്ങൾക്ക് അർഹതയില്ല. അതുകൊണ്ട് അവരുടെ നേരെ കോപം പ്രയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം രണ്ടും നാരായണ അംശമാകുന്നു. ഈ ഇന്ദ്രനും ഈ പൃഥ്വിയും നാരായണന്റെ അംശമാണ്. നിങ്ങൾക്കങ്ങ് സ്വർഗത്തോളം സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയായിട്ട് മാറാനൊന്നും പറ്റില്ല. ഭൂമിയിൽ കിടന്നിട്ട് കളിക്കുന്നത് മതി രാജാവ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറവും പ്രപഞ്ചം മുഴുവനുള്ള വ്യാപിച്ച് കിടക്കുന്ന ആ കർമ്മത്തെ നയിക്കുന്ന ശക്തി വിശേഷം. അതിൻ്റെ അടുത്ത് രാജാവിനൊരുക്കി രാജാക്കന്മാരെ സൃഷ്ടിക്കുക. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിക്ക് പൃഥ്വിന് അതിൻ്റെ അപ്പുറം കടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് നിർത്തുക. രണ്ടും നാരായണാംശമാണ്. ഇന്ദ്രനും ഞാനും എല്ലാം നാരായണന്റെ അംശമാണ്. നീയും നാരായണന്റെ അംശം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ തട്ടാനുള്ള അവകാശമൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങേക്ക് നന്മ വരട്ടെ. എന്നിട്ട് ഇതും കൂടിയും പറയുകയാണ്, തുടങ്ങിയ കർമ്മം മുഴുമിപ്പിക്കാൻ. കാരണം 100 അശ്വമേധയാഗം എല്ലാം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. തുടങ്ങിയ കർമ്മം മുഴുമിപ്പിക്കാൻ കഴിയാത്തതിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ദൈവത്താൽ മുടക്കപ്പെട്ടതിനെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന് പോകാൻ എത്രമാത്രം പുരോഗതി ഇവിടെ ഉണ്ടാക്കാം അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് 99 അതൊരു പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യന് 99% വരെ ഇവിടെ എല്ലാം പുരോഗതി ഉണ്ടാക്കിയിട്ട് യജ്ഞങ്ങൾ നടത്താം. 99 ആരെ ജോലിയാണ്? ഇന്ദ്രന്റെ ജോലിയാണ്. പ്ലാനിലുള്ള കഴിഞ്ഞു, എനിക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല, മതി എന്ന്. അതുകൊണ്ട് ഇന്ദ്രൻ വന്ന് നടത്തതാണ്. അപ്പോൾ ദൈവത്താൽ മുടക്കപ്പെട്ടതിനെ നിറവേറ്റുവാൻ മനസ്സ് വെക്കുന്നവർ കൂരിരുട്ടിൽ അകപ്പെടും. അപ്പം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് സൃഷ്ടി നടത്തുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഭൂമി സൃഷ്ടിക്കണം, ഭൂമിയിൽ മനുഷ്യരെ കൊണ്ട് പുരോഗതി ഉണ്ടാക്കണം, അതിന് നേതൃത്വം കൊടുക്കാൻ രാജാക്കന്മാരെ അതാത് കാലത്ത് ഉണ്ടാക്കിയിടണം. ആ രാജാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം പൃഥ്വിന് കൊടുത്തിട്ടുണ്ട്. ആ രാജാക്കന്മാരുടെ ലോകം ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. എത്ര വരെ പുരോഗമിക്കാമെന്ന് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലമെത്തുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് പറയും, മതി, ഇത്ര മതി, നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറം പോകണ്ട. അതിൻ്റെ അപ്പുറം നിങ്ങൾ അതല്ല എനിക്കിത് പൂർത്തിയാക്കിയിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ കൂരിരട്ടിൽ ചെന്ന് പതിക്കുക. അവിടെ ഇവിടെ എന്തെല്ലാം ആര് എന്ത് ചെയ്യണം എന്നെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമൊന്നും മനുഷ്യന് പോകാൻ പറ്റില്ല. എന്നിട്ട് 35 പറയുകയാണ്,
ഈ യജ്ഞം അതുകൊണ്ട് അവസാനിക്കട്ടെ, ഇവിടെ മതി. ദേവന്മാരിൽ ദുരാഗ്രഹം സ്വാഭാവികമാണ്. ദേവന്മാരാണ് യജ്ഞത്തെ, ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അതിനെ തടുക്കുന്ന ശക്തിവിശേഷം, എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആ പ്രവൃത്തിയെ നയിക്കുന്ന ശക്തിവിശേഷത്തെയാണ് അസുരന്മാർ എന്ന് പറയുന്നത്. ഈ രണ്ട് വശത്തും രണ്ടുപേരെയും സഹായിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ 99% കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർ വന്നിട്ട് ഇനി അപ്പുറം പോകണ്ടെന്ന് പറയും. അപ്പോൾ ഇന്ദ്രനും അതിൻ്റെ മുഖത്തിൽ ആ വർഷത്ത് ചേരും. പിന്നെ ദേവന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ദേവന്മാർ ദുരാഗ്രഹം സ്വാഭാവികമാണ്. ദേവന്മാർക്ക് ഇങ്ങനെ എന്തെല്ലോ ചെയ്യണം എന്നുള്ള മനുഷ്യരും എന്തെല്ലോ നമ്മൾ ലോകത്തെ തന്നെ ഉരുട്ടി എന്തോ ആയിക്കളയാന്നുള്ള അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ദേവന്മാര്. സ്വാഭാവികമാണ് അവരുടെ ഈ ചിന്താഗതി. ഇന്ദ്രനാൽ പ്രയോഗിച്ച പാഖണ്ഡ മാർഗത്തിൽ വൈദിക ധർമ്മങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കും. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ച സൃഷ്ടികർത്താവ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിനനുസരിച്ച് മാത്രം വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതേ പ്രകാരം സംഭവിക്കും. പക്ഷേ മനുഷ്യനെ എത്താൻ പറ്റുന്നതിൻ്റെ പരിധി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇന്ദ്രൻ പ്രയോഗിക്കുന്ന പാഖണ്ഡ മാർഗത്താൽ എന്ത് പറ്റും? പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, വ്യതിയാനം സംഭവിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറമൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സയൻസും കൊണ്ട്, നമ്മൾ ഈ സയൻസും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഒന്നും സയൻസിന് ചെയ്യാൻ പറ്റില്ല. ഇപ്പം സയൻസിനെ കൊണ്ട് നമുക്ക് രോഗമെല്ലാം മാറ്റാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് സയൻസ് കൊടുത്താലും ഇവൻ്റെ ആയുസ് കഴിഞ്ഞ് പിന്നെ നിങ്ങളെങ്ങനെ ചികിത്സിക്കാം? ഡോക്ടർമാർക്ക് ചികിത്സിക്കാം. അവൻ ആയുസ് 100 വയസ്സ് വരെ അവരാ ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ട് 100 വയസ്സ് വരെ ചികിത്സിക്കാം. 100 വയസ്സ് വരെ അവൻ ആയുസുള്ളൂ എങ്കിൽ അതിൻ്റെ അപ്പുറം ഒരു 10 സെക്കൻഡ് മാറ്റാൻ ഡോക്ടർക്ക് പറ്റില്ല. അവിടെ വൈദിക ധർമ്മങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കും. നിങ്ങൾ ഈ പറയുന്ന ധർമ്മമൊന്നും അവിടെ ഏൽക്കില്ല. എന്നിട്ട് 36 പറയുന്നു, ഇന്ദ്രനാൽ അവലംബിക്കപ്പെട്ട അതിലാൽ ആകർഷിക്കപ്പെട്ട പാഖണ്ഡ വേഷങ്ങൾ, ഇന്ദ്രനാൽ ഉപേക്ഷിക്കപ്പെട്ട, അവലംബിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നെ ഉപേക്ഷിച്ച വേഷങ്ങൾ ഉണ്ടല്ലോ, അതല്ലോ സാധാരണ ജനങ്ങൾ സ്വീകരിച്ചത്, മുടക്കുന്ന വേഷം. അതിൽ ആകർഷിക്കപ്പെട്ട ജനതയെ അങ്ങ് നോക്കുക. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. നിങ്ങൾ ലോകത്തിൽ അത് കാണണം. കാരണം ഇപ്പം ഗവൺമെൻറ്റുകളെല്ലാം ചില റോഡുകൾ വെട്ടാൻ ശ്രമിക്കും. അപ്പോൾ പ്രതിപക്ഷം ജനത്തെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ട് തടുക്കും. അതാരാണ്? പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഇന്ദ്രന്റെ പിന്തുണയുള്ള ജനം തന്നെയാണ്. അതുകൊണ്ടാണ് ആ പ്രവൃത്തി നിന്നുപോകുന്നത്. എന്തുകൊണ്ട് നിന്നുപോകുന്നു? അത് ദൈവനിശ്ചയമാണ്. ഇപ്പം അത്ര ചെയ്താൽ മതി. ഇന്ദ്രൻ ദൈവം തന്നെ, ഈശ്വരൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ആ റോഡ് വെട്ടണം എന്നല്ല, വീട് വെട്ടേണ്ട ഒരു ആശയം അവിടെ കിടക്കട്ടെ. പക്ഷെ ഇപ്പോഴത് വെട്ടേണ്ട സമയമല്ല. അതുകൊണ്ട് ഇപ്പോൾ വെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അങ്ങനെ ഒരു ജനവിഭാഗത്തെയും ആ ശക്തി വിശേഷം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പക്ഷത്ത് ഇന്ദ്രന് നിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം അത് വേണ്ട. പല കാര്യങ്ങളും കോടതി പോലും പറഞ്ഞാലും നടക്കാത്ത അവസ്ഥ വരുന്നുണ്ട് ചിലതെല്ലാം. എന്തുകൊണ്ടാണ്? അത് ആ കാലഘട്ടത്തിലല്ല അത് സംഭവിക്കേണ്ടത്. അതിന് കുറച്ച് വേറെ സമയം ഉണ്ടാവും. ആ സമയം എത്തുന്നത് വരെ ഈ പാഖണ്ഡ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ജനങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി നിർത്തും. അതും ചെയ്യിക്കുന്നത് ആ പ്ലാൻ അനുസരിച്ചാണ്. അവരെ നിങ്ങൾ നോക്കുന്നു. അങ്ങനെയുള്ള ജനങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അവരെ സൃഷ്ടിച്ചു വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കാര്യവും ചെയ്യേണ്ട. റോഡ് വെട്ടാനൊരു സമയമുണ്ട്.
ഇപ്പോഴൊരു ചിന്താഗതി ഉണ്ട്, നല്ല തന്നെ റോഡ് വെട്ടണം, ശരി, ഒരു നല്ല ആശയം മനസ്സിൽ ഉദിച്ചു, എന്നിട്ട് അതിന് വേണ്ടി ഇറങ്ങുമ്പോൾ തടുത്തു വെക്കാം. ഇപ്പം അത് വേണ്ട, നിൽക്ക്, സമയത്തുമ്പോൾ നമുക്ക് റോഡ് വെട്ടാം. അതിന് തടുക്കാനും ആ ജനവിഭാഗത്തെയും നിങ്ങൾ നോക്കൂ. ആ പക്ഷത്താണ് അപ്പോൾ ഇന്ദ്രൻ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് രാജാവായാലും നല്ല ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷേ അതൊന്നും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനൊരു പ്ലാനുണ്ട്, പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റും. വീടിനൊരു പ്ലാനുണ്ട്, പ്ലാനിനനുസരിച്ച് മേസ്ത്രി ഇടക്ക് കയറിയിട്ട്, മേസ്ത്രിയാണല്ലോ ഈ പ്ലാൻ നോക്കിയിട്ട് വീട് വെക്കുക. കുറച്ചങ്ങോട്ട് വേണ്ട, ഈ പ്ലാനിൽ ഇത് മാറ്റിക്കളയും, ഈ മുറിയുടെ സ്ഥലത്ത് വേറൊന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. ആ പ്ലാൻ അനുസരിച്ചേ പോകാൻ പറ്റും. മേശയ്ക്ക് ആഗ്രഹമുണ്ട് ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതല്ലേ നല്ലതെന്നല്ല പലവർക്കും, പല കാണുന്നവർക്കും എല്ലാം പല അഭിപ്രായങ്ങൾ തോന്നുമെങ്കിലും പ്ലാൻ അനുസരിച്ച് കാര്യം പോകും. അതുപോലെ തന്നെ അതിനെ എതിർക്കുവാനുള്ള വിഭാഗങ്ങളും അവിടെയുണ്ട്, എതിർത്ത് കോർപ്പറേഷനും ഉണ്ട്. പ്ലാനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ അപ്രൂവൽ കിട്ടില്ല. അവിടെ എന്താണ് പാകണ്ട മാർഗത്തിൽ നിൽക്കുന്നത് ആരായിരിക്കും? ഈ കോർപ്പറേഷനായിരിക്കും. ആ പ്ലാനിൽ മാറ്റിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, നല്ല കാര്യമല്ല, നല്ല പക്ഷെ വേണ്ട. അപ്പോൾ ഓരോന്നിനും തടുക്കാനല്ല അതിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പം ഏതേ നടക്കുള്ളൂ, ആ പ്രപഞ്ച സൃഷ്ടിയിലുള്ള പ്ലാൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഇന്ദ്രൻ അങ്ങയുടെ യജ്ഞദ്രോഹിയും അശ്വമോഷ്ടാവുമാകുന്നു. ഇന്ദ്രൻ ഇവിടെ എന്താണ്? നിങ്ങളുടെ യജ്ഞദ്രോഹിയാണ്. യജ്ഞത്തെ അടുത്ത അവസാനത്തെ 100ാമത്തെ യജ്ഞത്തെ തടുക്കുന്ന വ്യക്തിയായിട്ടാണ് ഇന്ദ്രൻ അവിടെ ആക്ട് ചെയ്യുന്നത്. അശ്വമോഷ്ടാവാണ്. അതുകൊണ്ട് തന്നെയാണ് അശ്വം മോഷ്ടിപ്പിച്ചത്. അത് എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത്? എന്തുകൊണ്ടാണ്? അത്ര വരെ നിങ്ങൾ ചെയ്യാൻ വിധി രാജാക്കന്മാർക്കുള്ളൂ. രാജാക്കന്മാർക്ക് ഭരിച്ചിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന, ലോകത്തെ എത്തിക്കാൻ പറ്റുന്ന അവസ്ഥക്ക് ഒരു ലിമിറ്റുണ്ട്, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ദ്രൻ അപ്പോൾ ഏത് പക്ഷത്ത് നിൽക്കും? മറുവശത്ത് നിന്നിട്ട് അതിനെ തടുക്കും. 37 പറയാണ്, ഹേ വേനപുത്ര, വേനന്റെ പുത്രനായിരുന്നല്ലോ. വേനന്റെ അനീതിയിൽ വേനൻ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ അനീതിയിൽ നഷ്ടഭ്രഷ്ടമായിരുന്നതും വിവിധ ശാസ്ത്രവിധികളാൽ ജനങ്ങളുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ആയി വേനന്റെ ഉടലിൽ നിന്നും ഭൂമിയിൽ വിഷ്ണുവിൻ്റെ കലയായിട്ടാണ് അങ്ങ് അവതരിച്ചത്. അപ്പം അങ്ങ് അവതരിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ കലയായിട്ടാണ്. വിഷ്ണുവിൻ്റെ കല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടി ഒരു കലയാണ്. ആ കലയിൽ നേതൃത്വം കൊടുക്കാനാണ് അങ്ങ് അവതരിച്ചത്. വിഷ്ണുവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ഏതിൻ്റെ? വേനന്റെ അനീതിയാണ്. വേനന്റെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരുന്നത്? അദ്ദേഹം നല്ല നിലയിലൊന്നുമല്ല പ്രവർത്തിച്ചത്. ആ വേനന്റെ ശരീരത്തിൽ നിന്നാണ് ലോകത്തിലെ ജനങ്ങൾക്ക് ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് തന്നെ ഇവിടെ ഭൂമിയിൽ എത്തിച്ചത്, പൃഥ്വിനെ. അപ്പം അച്ഛൻ്റെ സ്വഭാവം ഒന്ന്, മകൻ്റെ സ്വഭാവം നേരെ വിപരീതം. അതെല്ലാം ആരുടെ തീരുമാനമാണ്? ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ നടക്കുന്ന ആ ശക്തിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് 38 പറയാണ്, അങ്ങ് ഈ വിശ്വത്തിൻ്റെ ഉത്ഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട്, ഈ വിശ്വം എന്തിനാണ് ഉണ്ടായത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് ഉണ്ടായിരിക്കുന്നത്, അതിനെല്ലാം ഒരു പ്ലാനുണ്ട്. ആ വിശ്വസൃഷ്ടാവിൻ്റെ മനോഭിലാഷത്തെ നിറവേറ്റിയാൽ ആ വിശ്വം സൃഷ്ടിക്കുന്ന ശക്തിക്ക്
ഒരു മനത്തിൽ ഒരു അഭിലാഷമുണ്ട്, ഇന്ന തരത്തിലുള്ള ഒരു ലോകം, ഭൂമി, അവിടെ ഇന്നിരുന്ന കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ അങ്ങ് നിറവേറ്റുക. അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായി, ഇത് മുറിയെല്ലാം വേണമെന്നെല്ലാം വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ വരച്ച് മേസ്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേസ്ത്രിയുടെ ധർമ്മം ആ പ്ലാൻ അനുസരിച്ച് വീട് വെക്കുക. എല്ലാ പ്ലാന് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാലോ, ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ വീട് വെക്കുന്ന ആളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ആ പ്ലാൻ വരച്ചത്. അതിലെ കയറിയിട്ട് മേസ്ത്രി കയറിയിട്ട് പറയേണ്ട ആവശ്യമില്ല. അയാളുടെ മനസ്സിൻ്റെ ആ അഭിലാഷം എന്താണോ അതുപോലെ ചെയ്തു കൊടുക്കുക. അതായത് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. നമ്മളെ വീട്ടിൻ്റെ പ്ലാനിലാണെങ്കിൽ മേസ്ത്രി പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തി വരും. പക്ഷെ പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ശക്തിക്ക് എല്ലാം തികഞ്ഞ ശക്തിയാണ് ആ പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ ഉപദേശിക്കാൻ മാത്രം ഇവിടെ ഒരാളും വളർന്നിട്ടില്ല. അതുകൊണ്ട് അതെന്താണോ തീരുമാനിച്ചത് അതിൻ്റെ മനോഭിലാഷത്തെ നിറവേറ്റിയാലും. അതുകൊണ്ട് പറയുകയാണ്, ഹേ സർവ ശ്രേഷ്ഠ, നിങ്ങൾ വളരെ ശ്രേഷ്ഠനായ വ്യക്തി തന്നെയാണ്. അങ്ങ് എന്ത് വേണം? ഭീഷണമായ വേദവിരുദ്ധ മാർഗത്തെയും, വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെതിരായിട്ട് നിങ്ങൾ പോയിക്കൂടാ. വേദങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതൊരു മായാലോകമാണ്. നമ്മളിൽ ബ്രഹ്മം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സൃഷ്ടിച്ച നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മം ചെയ്യുക, നിസ്വാർത്ഥമായി ചെയ്യുക, നമ്മുടേതായ താല്പര്യമൊന്നും ഇടാതെ ചെയ്യുക. ഇതെല്ലാം വേദപുരാണവും ഉപനിഷത്തുക്കൾ പറയുന്നത്. അതുകൊണ്ട് അധിക ആവേശമൊന്നും വേണ്ട. അപ്പം ഭീഷണമായ വേദവിരുദ്ധ മാർഗങ്ങൾ ഒഴിവാക്കുക. പിന്നെന്ത് ഒഴിവാക്കണം? ധർമ്മമെന്ന് തോന്നാവുന്ന ധർമ്മത്തിൻ്റെ ഉറവിടവും. അപ്പം ധർമ്മം എന്നത് എന്താണ്? അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? ആ പരമാത്മാവ് എന്താണോ ആഗ്രഹിച്ചത് അതിൽ നിൽക്കുന്നതാണ് ധർമ്മം. പരമാത്മാവ് എന്താണോ ആലോചിച്ചത്, ഒരു രാജാവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അവിടെ നിർത്തണം. അതാണ് ധർമ്മം. അതിന് എതിരായിട്ട് കുറച്ച് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അത് ധർമ്മവിരുദ്ധമാണ്. നമ്മൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിലൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ നിയമത്തിനനുസരിച്ചാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു നിരപരാധിക്കെതിരായിട്ട് ഒരു കള്ളക്കേസ് കൊണ്ടുവന്നാണെന്ന് വെച്ചോളൂ, നമുക്കറിയാം 100% ഇത് കള്ളക്കേസാണ്, ഇത് വെറുതെ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമുക്കറിഞ്ഞാലും, പോലീസ് SI ആണെന്ന് വെച്ചോ, അറിഞ്ഞാലും ഒരാൾ കേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേസ് എടുത്ത് അന്വേഷണത്തിന് FIR ഇടേണ്ടി വരും. അല്ലാതെ അല്ല ഞാൻ തീരുമാനിച്ചു ഇതിൽ കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെയൊക്കെ അപേക്ഷ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ രാജാവായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ധർമ്മത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കണം. ആ ധർമ്മത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് വെച്ചാൽ ബ്രഹ്മം തീരുമാനിച്ചത് എവിടെയാണോ അവിടെ നമ്മൾ നിർത്തിക്കൊള്ളണം. പിന്നെ അവിടെ കയറിയിട്ട് നമ്മൾ പുതിയ ധർമ്മമെല്ലാം കണ്ടെത്തിയിട്ട് പ്രയോഗിക്കാനൊന്നും പറ്റില്ല. പിന്നെയോ ഇന്ദ്രനെ സംബന്ധിച്ച മായയെയും ദൂരീകരിക്കണം. ഇന്ദ്രൻ എന്നത് മായയാൽ ബ്രഹ്മം തന്നെയാണ് ഇന്ദ്രനായി മാറിയത്. ബ്രഹ്മം തന്നെയാണ് മായയാൽ പൃഥു രാജാവായിട്ട് മാറിയിരിക്കുന്നത്. ഇവരെല്ലാം ഇന്ദ്രൻ ധർമ്മം ആ
പ്ലാൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. രാജാവിന് രാജ്യത്തിൻ്റെ കാര്യം നിലയിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? എന്നാൽ ഇന്ദ്രനെ അങ്ങ് ശരിയായി കളയാന്ന് പറഞ്ഞാൽ അതിനുള്ള അവകാശമൊന്നും ഇല്ല. ചെയ്യാൻ ഓരോ ആൾക്കും ചെയ്യാനുള്ളൊരു കർമ്മം വിധിച്ചിട്ടുണ്ട്, അതങ്ങ് ചെയ്ത് പോയി പോവുക. ആരും ആരെക്കാട്ടി വലുതുമല്ല ചെറുതുമല്ല. ഇപ്പോൾ 39 മൈത്രേയൻ പറയുകയാണ്, ബ്രഹ്മദേവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മദേവനോട് വളരെ സ്നേഹം തോന്നി, ഇന്ദ്രനോടും എല്ലാം സ്നേഹം തോന്നി. കാരണം സൃഷ്ടികർത്താവ് തന്നെയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്, ഞാനും അത് തന്നെ. അവിടെ രാജാവ് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ദ്രനോട് സന്ധി ചെയ്തു. ഇന്ദ്രനായിട്ട് സന്ധി ചെയ്തു. ഇന്ദ്രൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. പിന്നെ 40 പറയുകയാണ്, പലവിധ കർമ്മങ്ങൾ ചെയ്തവൻ. ആരാണ് പലവിധ കർമ്മങ്ങൾ? ഈ പൃഥ്വി. ഭൂമിയിൽ പലവിധ സൃഷ്ടികളെല്ലാം നടത്തി ലോകത്തെ പരിപാലിച്ച് പല ഘട്ടങ്ങളിലൂടെ പല രാജാക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ ഈ ഉന്നത നിലയിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആ യജ്ഞം 90. ഇത് ലോകാവസാനം വരെയുള്ള കാര്യമായിട്ട് കണക്കാക്കുകയാണ്. അവസാനത്തിൽ പല യജ്ഞങ്ങളെല്ലാം കർമ്മം ചെയ്തവനും തൻ്റെ ദീക്ഷ, അതിനുവേണ്ടിയാണല്ലോ ദീക്ഷ എടുത്തിരിക്കുന്നത്, യജ്ഞങ്ങൾ ചെയ്യാൻ. ആ ദീക്ഷയെല്ലാം കഴിഞ്ഞ് സ്നാനമെല്ലാം ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ ആർക്കെല്ലാമാൻ വേണ്ടിയാണോ അദ്ദേഹം പ്രവർത്തിച്ചത്, ജനങ്ങൾക്കെല്ലാം വേണ്ടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകണം, ജനങ്ങളെല്ലാം സുഖമായിട്ട് വസിക്കണം. അപ്പം അവിടെയുള്ള ആ എല്ലാ ദേവന്മാരെല്ലാം വരങ്ങൾ അദ്ദേഹത്തിന് ദാനം ചെയ്തു. എല്ലാവരും സന്തോഷിച്ചിട്ട് അദ്ദേഹത്തെ ദേവന്മാർ വരങ്ങൾ ദാനം ചെയ്തു. എന്നിട്ടോ 41 പറയാണ്, ശ്രദ്ധയോടെ സൽക്കരിക്കപ്പെട്ടവരും സഫലമായ ആശയോട് കൂടിയവരും ദക്ഷിണ ലഭിച്ചവരും, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മഹാബ്രാഹ്മണരും എല്ലാം സന്തുഷ്ടരായിട്ട് എന്ത് ചെയ്തു? പൃഥ്വി ചക്രവർത്തിക്ക് ആശീർവാദങ്ങൾ നേർന്നു. ഇനി 42 എന്നിട്ട് 42 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ യജ്ഞഫലമായിട്ട് ആർക്കെല്ലാം സംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം അദ്ദേഹത്തിന് ഭാവുകങ്ങൾ നേരുന്നതായിട്ടുള്ള ശ്ലോകമാണ്. ഹേ വീരാഗ്രഗണ്യ, ഏറ്റവും വീരനായ വീരതയിലെല്ലാം അഗ്രഗണ്യനായ വ്യക്തിയാണ് പൃഥ്വിരാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്തത്. ഹേ വീരാഗ്രഗണ്യ, ഭവാനാൽ ക്ഷണിക്കപ്പെട്ടവരും. അദ്ദേഹമാണല്ലോ ഈ യജ്ഞം നടത്താൻ പോയപ്പോൾ 100 യജ്ഞത്തിന് ഇറങ്ങി തിരിച്ചതാണ്. 99 പൂർത്തിയാക്കി. അതിൽ ക്ഷണിക്കപ്പെട്ടവരെല്ലാം, അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരിൽ ആരെല്ലാം ഉണ്ട്? പിതൃക്കളുണ്ട്, ദേവന്മാരുണ്ട്, ഋഷികളുണ്ട്, മനുഷ്യരും എല്ലാം ഉണ്ട്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. കാരണം ഈ രാജഭരണത്തിലൂടെ എത്രയോ കാലമായി നടക്കുന്ന ഒരു രാജാവിനെ വെച്ചുകൊണ്ടല്ലേ ഭരണാധികാരി, രാജാവ് എന്ന നിലയിൽ, ഭരിക്കുന്നവർ എന്ന നിലയിൽ കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ മന്ത്രിമാരും എല്ലാം അവർ ആ ശക്തി പ്രതിഷ്ഠിക്കുന്നവരാണ്. അവരിലൂടെയാണ് ഈ ലോകത്തിന് എല്ലാ നേട്ടങ്ങളും ഉണ്ടായത്. അതിൽ ആരെല്ലാം പെടും? പിതൃക്കൾ വരും, ദേവതകൾ വരും, ഋഷിമാർ വരും, പിന്നെ എന്തുണ്ട്? ജനങ്ങളെല്ലാം വരും. എന്നിട്ട് അവരെല്ലാം സംതൃപ്തരായിരിക്കുകയാണ്. എങ്ങനെ? സംഭാവനകളാലും ബഹുമതികളാലും. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും രാജാവ് എന്തെല്ലാമാണ്, എല്ലാവരും പങ്കെടുക്കുന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിലൂടെ അവരുടെ ആഗ്രഹ നിവൃത്തി സംഭവിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം തന്നെ സംതൃപ്തരാണ് എന്ന് പറയുകയാണ്. അതായത് ഇത്തരം ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിലാണ് ഈ ലോക പുരോഗതി മുഴുവൻ ഭൂമിയിൽ നടക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാം ഭൂമിയിൽ നടക്കുന്നത്. ഭൂമിയിൽ നടക്കുമ്പം ലോകത്തിൻ്റെ എല്ലാം ടോട്ടൽ ഒരു പുരോഗതിയാണ്.
അതിലെ രാജവ്യവസ്ഥിതി എന്ന നിലയിൽ രാജാവ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, ചിലരുടെ ഭരണാധികാരികൾ ആക്കിക്കൊണ്ട് അവരിലൂടെയാണ് ഈ ലോകത്തെ ആദ്യം ചൊവ്വമാരിയുള്ളൊരു ഗ്രഹമായിരുന്നു ഭൂമി. ഇങ്ങനെ പാറക്കെട്ടും എല്ലായിട്ട് നിരപ്പൊന്നുമില്ലാതെ അവിടെ കുറേ കല്ലെല്ലാം കൂട്ടി വെച്ചാൽ നെറ്റിലെടുത്ത് നോക്കുമ്പം കാണാം ചൊവ്വേൻ്റെ പ്രതലം എങ്ങനെയല്ലാണ്. അതുപോലെയായിരുന്നു ഭൂമി. ആ ഭൂമിയെ പല മനുഷ്യരെ ഭരിക്കാൻ ആരെ വെച്ചിട്ടുണ്ട്? രാജാക്കന്മാരെ, പലതരം ഭരണാധികാരികളെ വെച്ച് അവർ മനുഷ്യരെ കൊണ്ടാണ് ഈ പുരോഗതിയെല്ലാം ഭൂമിയെ കറന്നെടുത്തിട്ട് ഇന്നത്തെ അവസ്ഥയിലാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൂടെ എന്തു പറ്റിയിട്ടുണ്ട്? ഈ മനുഷ്യർക്കെല്ലാം എല്ലാ ഐശ്വര്യവും കിട്ടിയിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഇതിൻ്റെ നേതൃത്വം കൊടുത്ത ആ ശക്തി വിശേഷത്തെ, അതേതാണ് ജിത്തു എന്ന രാജാവ്, അദ്ദേഹത്തോട് പറയുകയാണ് അവരെല്ലാം സംതൃപ്തരാണ്.